നമുക്ക് ദൈവത്തിന്റെ രക്ഷ നേടുവാൻ സാധിക്കുകയുള്ളൂ. ദൈവി ദൈവത്തിന്റെ രക്ഷ നമ്മുടെ മാനവരാശിയെ മുഴുവൻ രക്ഷിക്കുവാനായി ഈശോ മനുഷ്യ സ്വഭാവം സ്വീകരിച്ച് ദൈവമായിരുന്ന കർത്താവ് മനുഷ്യനായി ഈ ഭൂമിയിൽ പിറന്ന് മനുഷ്യ ശരീരത്തിൽ തന്നെ മനുഷ്യൻ്റെതായ എല്ലാ ബലഹീനതകളോടും കൂടി പാപമൊഴികെ ബാക്കിയെല്ലാം മനുഷ്യനായി ജീവിച്ച കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി സ്വന്തം ശരീരത്തിൽ പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് നമ്മെ വീണ്ടെടുത്തു, ഉയർത്തെഴുന്നേറ്റ് നമ്മെ വീണ്ടെടുത്തു, നമ്മുടെ പാപങ്ങൾക്കെല്ലാം പരിഹാരം നേടിത്തന്നു. പക്ഷെ നാം അത് നേടിയെടുക്കണം. അത് നാം നേടിയെടുക്കേണ്ടത് പൂർണ്ണമായും വിശ്വാസത്തിലൂടെയും എൻ്റെ കർത്താവായ എൻ്റെ യേശു ക്രിസ്തു എന്നെ രക്ഷിച്ചിരിക്കുന്നു, അവനിൽ മാത്രമാണ് രക്ഷ, അവൻ മാത്രമാണ് എനിക്ക് ജീവൻ നൽകാൻ സാധിക്കുന്നവൻ എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ നാം അടിയുറച്ച് വിശ്വസിക്കണം അവനിൽ. ആ രക്ഷ നാം നേടിയെടുക്കണം. ആ നേടിയെടുക്കുവാൻ നമ്മൾ നമ്മളുടെ പാപവഴികൾ ഉപേക്ഷിക്കണം. പൂർണ്ണമായും യേശുക്രിസ്തുവിലേക്ക് നമ്മെ വിട്ടുകൊടുക്കണം. അപ്പോൾ നമുക്ക് ആ രക്ഷ നേടുവാൻ സാധിക്കും. ഈ ലോകത്തിൻ്റെതായ വ്യഗ്രതകളെ എല്ലാം വിട്ട്, പാപത്തിൻ്റെ വഴികൾ വിട്ട്, ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ പശ്ചാത്താപത്തിൻ്റെയും പാപബോധത്തിൻ്റെയും കൂടെയുള്ള കുമ്പസാരത്തിലൂടെയും കുർബാന സ്വീകരണങ്ങളിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും നമുക്ക് ഈ രക്ഷ നേടിയെടുക്കാൻ സാധിക്കും. യേശുക്രിസ്തുവിലുള്ള പൂർണ്ണമായ വിശ്വാസവും പൂർണ്ണമായ ആശ്രയവും, കർത്താവ് മാത്രമാണ് എൻ്റെ രക്ഷകൻ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കില്ല, എന്തെൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും അതെൻ്റെ കർത്താവിൻ്റെ അറിവോട് കൂടിയാണ്. അവൻ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു നന്മ അവിടുന്ന് കണ്ടിട്ടുണ്ട് എന്ന് നാം പൂർണ്ണമായും വിശ്വസിച്ച് ആ കർത്താവിൽ പൂർണ്ണമായി ഒരു കുഞ്ഞു പൈതലിനെ പോലെ ആ കർത്താവിൽ പൂർണ്ണമായും വിശ്വസിച്ച്, കുഞ്ഞുങ്ങളെല്ലാം എത്രമാത്രം പൂർണ്ണമായും മാതാപിതാക്കളിൽ ആശ്രയിക്കുന്നത് പോലെ അത്രയും വിശുദ്ധിയോടുകൂടി അത്രയും നിർമ്മലതയോടുകൂടി നമുക്ക് യേശുക്രിസ്തുവിൽ വിശ്വസിക്കാം. ആ രക്ഷ നേടിയെടുക്കാം. നമുക്ക് കൂടുതലായിട്ട് ക്ലാസ്സുകൾ നമുക്ക് തരുന്നത് ഷിബു നമുക്ക് കൂടുതലായിട്ട് ക്ലാസ്സുകൾ എടുക്കും. അതുപോലെ ജോഷി അച്ഛൻ നമുക്ക് കുടുംബങ്ങളെക്കുറിച്ച് പറഞ്ഞുതരും. നമുക്ക് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മനോഭാവത്തോടെ നമുക്ക് യേശുവിനെ സമീപിക്കാം. എല്ലാം വിട്ടുകൊടുത്ത്, എനിക്കൊന്നുമില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിവില്ല, എല്ലാം അങ്ങ് തന്നത് മാത്രമാണെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലേക്ക് നമുക്ക് ആയിത്തീരാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, പ്രയത്നിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഫിലോമിന ചേച്ചി അടുത്ത ടെസ്റ്റിമണിയാണ്. ഫിലോമിന ചേച്ചിക്ക് എന്തോ കയറാൻ പറ്റുമോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ തന്നെ ടെസ്റ്റിമണി പറയാം. വേറെ ആരെങ്കിലും ടെസ്റ്റിമണി പറയുന്നോ? ആരെങ്കിലും ഉണ്ടോ ടെസ്റ്റിമണി പറയാൻ? ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയുവേ. ഓക്കെ, ഞാൻ തന്നെ പറയാം. ഇപ്പോൾ ഇതിനെക്കുറിച്ച് യേശു രക്ഷകൻ വിശ്വാസ പ്രത്യുത്തരം. നമ്മുടെ വിശ്വാസം നമ്മുടെ ചെറുപ്പം മുതൽ നമുക്ക് ആഴമായ ഒരു വിശ്വാസമുണ്ട് എങ്കിൽ ഇതിന് എത്രമാത്രം ഇതിനോട് ചേർന്ന് ടെസ്റ്റിമണി പറയാമെന്നൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ പേര് ഷാജിക്കുട്ടി. ഞാൻ കുടുംബമായിട്ട് ഇവിടെ ഫ്ലോറിഡയിലാണ്. പിന്നെ ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ചെറുപ്പം മുതൽ നമ്മൾ വിശ്വാസത്തിൽ വളർന്നാൽ ഏത് പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മൾ കടന്നുപോയാലും അവിടെ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റും. അതിനുവേണ്ടി ചെറുപ്പം മുതൽ ഇപ്പം ഞാനെന്ന് പറഞ്ഞാൽ പള്ളിയിൽ 3 മണി അടിക്കുമ്പം പള്ളിയിലേക്ക് ഓടിപ്പോകാൻ പറ്റുന്ന അത്ര അടുത്തായിരുന്നു എൻ്റെ വീട്. പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ. ഇപ്പോൾ പള്ളി മുറ്റത്തെന്ന് പറയാം. അതുപോലെ എല്ലാ ദിവസവും രാവിലെ എൻ്റെ വല്യമ്മ അമ്മയ്ക്കും ചാച്ചിക്കും ഇപ്പം നിർബന്ധമായിരുന്നു പള്ളിയിൽ എല്ലാ ദിവസവും പള്ളിയിൽ പോകണമെന്നുള്ളത്. അപ്പോൾ രാവിലെ എണീക്കാൻ മടിയാണെങ്കിലും കുത്തിയെപ്പിച്ച് വിടുമായിരുന്നു. പക്ഷെ അതിൻ്റെ പ്രയോജനമൊക്കെ പിന്നീടാണ് അറിഞ്ഞത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലും ആ ഒരു ആരാധനയിലും ഉള്ള അതുപോലെ സന്ധ്യമണി അടിക്കുമ്പോൾ മുട്ടുകുത്തുക, അതൊക്കെ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ അത് പരിശീലിച്ചത് കൊണ്ട് ഇപ്പം ഞാൻ 88 എനിക്ക് ജോലി കിട്ടുന്നത് സൗദി അറേബ്യയിലാണ്. എനിക്ക് ജോലി കിട്ടുന്നത്. വേറെ രാജ്യത്തൊന്നും അപേക്ഷിച്ചിട്ട് എങ്ങും കിട്ടിയില്ല. അവിടെയാണ് കിട്ടിയത്. അപ്പോൾ അവിടേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ അറിയാമല്ലോ, അന്നത്തെ കാലത്ത് സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര എല്ലാ റെസ്ട്രിക്ഷൻസ് ഉള്ള സ്ഥലമാണ്. ഇപ്പം എങ്കിലും ഒരു ബൈബിളൊക്കെ ഞങ്ങൾ കൊണ്ടുപോയത് എങ്ങനെയാണെന്ന് വെച്ചെന്നാൽ, കൊന്തയൊക്കെ ശരീരത്തിനുള്ളിലൊക്കെ മറച്ചു വെച്ചൊക്കെ കൊണ്ടുപോയി. പിന്നെ ബൈബിൾ കൊണ്ടുപോയത് എങ്ങനെയാണെന്ന് വെച്ചെന്നാൽ, ബൈബിളിൻ്റെ പുറത്തെ
ബൈബിളൊന്നും എഴുതിയിരിക്കുന്ന അവിടെയൊക്കെ ഇങ്ങനെ കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ അനാറ്റമി ആൻഡ് ഫിസിയോളജി എന്നൊക്കെ ബുക്കിൻ്റെ പേരൊക്കെ എഴുതി അങ്ങനെയാണ് ബൈബിള് കൊണ്ടുപോയത്. പറഞ്ഞ് അവർ കണ്ടാ എടുത്ത് കളയും, കത്തിച്ച് കളയും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ധൈര്യം സംഭരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങ് കൊണ്ടുപോയി. പക്ഷെ ആരും എടുത്ത് കളഞ്ഞുമില്ല, കളഞ്ഞുമില്ല. അവിടെ പരസ്യമായിട്ട് ആരാധിക്കാനോ ഇങ്ങനെ ഒരു നമുക്ക് കൂട്ടം ചേർന്ന് പ്രാർത്ഥിക്കാനോ ഉള്ള സൗകര്യങ്ങളൊന്നുമില്ല. അതൊന്നും അവർ അനുവദിക്കത്തില്ല. അപ്പം ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചെന്നാൽ, ഞങ്ങൾ ഹോസ്റ്റലിലായിരുന്നപ്പം കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുമ്പാണ് അവിടെ പോയത്. അപ്പോൾ ഹോസ്റ്റലിലായിരുന്നപ്പം ഞങ്ങളെല്ലാവരും ഒരു മുറിയിൽ കൂടി ഞങ്ങൾ കൊന്തയും ചൊല്ലി പ്രാർത്ഥിച്ച് ബൈബിളൊക്കെ വായിച്ച് ഞങ്ങളൊക്കെ തന്നെ വചനമൊക്കെ പങ്കുവെച്ച് അങ്ങനെയൊക്കെ ഒരു കാലം. അത് കഴിഞ്ഞ് പിന്നെ വെളിയിൽ ഹസ്ബൻഡും ഒക്കെ അവിടെ വന്നതിന് ശേഷം ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ ഫാമിലിയിൽ ഞങ്ങളിങ്ങനെ വെള്ളിയാഴ്ച ദിവസമാണ് അവിടെ അവധി. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾ അവിടെ ഒരു വീട്ടിൽ ഞങ്ങൾ കൂടും. ഒരു വീട്ടിൽ കൂടുമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ വീടുകളിൽ. അപ്പം ഞങ്ങൾ ആ ഓരോ വീട്ടിലും പ്രാർത്ഥന നടക്കുന്ന വീടുകളിൽ ഞങ്ങളത് അടച്ചു പൂട്ടും. അടച്ചു പൂട്ടിയെന്ന് പറഞ്ഞാൽ എയർ ടൈറ്റ് ആക്കണം. കാരണം വെളിയിൽ ഒച്ചയൊന്നും പോകാൻ പാടില്ലല്ലോ. അപ്പം അങ്ങനെ എയർ ടൈറ്റ് ആക്കി അതിനകത്ത് ഞങ്ങൾ അപ്പോൾ നമ്മൾ കോവിഡിൻ്റെ സമയത്ത് വിശുദ്ധ കുർബാനയ്ക്ക് എന്തുമാത്രം നമ്മൾ കൊതിച്ചു. അതുപോലെയുള്ള ഒരു അവസരത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം വിശുദ്ധ കുർബാനയില്ല, കുദാശകളൊന്നുമില്ല. അതൊരു എന്താ പറയണേ, ആ ഒരു ദാഹം അത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇപ്പം കോവിഡ് വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ ഞങ്ങളതൊക്കെ നേരത്തെ അനുഭവിച്ചു. പക്ഷേ ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കും. ഞങ്ങളെല്ലാവരും ഒരുമിച്ച്. അതുപോലെ പിള്ളേരെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചു. എല്ലാം. അതുപോലെ ബൈബിൾ കഥകളെല്ലാം വെച്ചിട്ട് ഓരോ പ്രോഗ്രാമുകൾ ഈസ്റ്ററിനും ക്രിസ്മസിനും ഒക്കെ അവരെ കൊണ്ട് സ്കിറ്റൊക്കെ ചെയ്യിച്ച് അങ്ങനെ പിള്ളേരെയും ആ രീതിയിൽ വളർത്തി വന്നു. അപ്പം ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചെന്നാൽ, അപ്പം നമ്മൾ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും നമുക്ക് ഒരു യഥാർത്ഥ വിശ്വാസമുണ്ടെങ്കിൽ, യേശു ക്രിസ്തു നമ്മുടെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മളെ തരണം ചെയ്ത് ഞങ്ങൾക്ക് അതിലൂടെ കടന്നു പോകാൻ പറ്റി. അതുപോലെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആരംകോ, അതായത് അമേരിക്കയുടെ മിലിറ്ററി ക്യാമ്പാണത്. അവിടെ അച്ഛന്മാരുണ്ട്. ഇവിടുത്തെ അമേരിക്കയിലെ അച്ഛന്മാരുണ്ട്. അവിടെ ഞങ്ങൾക്ക് മിലിറ്ററിയുടെ വണ്ടിയിൽ അച്ഛന്മാർ വന്ന് വിശുദ്ധ കുർബാനയായിട്ട് വന്ന് ഈ വീടുകളിൽ വന്ന് ഞങ്ങൾക്ക് കുർബാന മാസത്തിലൊന്ന് വെച്ച് കുർബാന ചൊല്ലി ഞങ്ങൾക്ക് കുർബാന തരുമായിരുന്നു. അതുപോലെ മക്കളെ ആണെങ്കിലും ആ ഒരു വിശ്വാസത്തിൽ വളർത്താൻ സാധിച്ചു. ഇത്രയും പ്രതികൂലമുള്ള ഒരു സാഹചര്യത്തിലായിരുന്നിട്ടും അവിടെയും ദൈവം നമുക്ക് വഴി തുറന്നു തരുക ചെയ്യുന്നത്. നമുക്ക് ആരംകോയിൽ നിന്ന് ഞങ്ങൾക്ക് മിലിറ്ററി ആൾക്കാർ വെളിയിൽ നിന്നിട്ട് ഞങ്ങൾക്ക് വിശുദ്ധ കുർബാന അർപ്പിച്ച് ഞങ്ങൾക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സാധിച്ചു. അതാണ് നമുക്ക് ഏതൊരു സാഹചര്യത്തിലും നമ്മുടെ അടിയുറച്ച ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ, നമ്മളിപ്പം വിശ്വാസ പ്രത്യുത്തരം ഇപ്പം ആ ഒരു തീഷ്ണത നമുക്കതില്ലാതെ വരുമ്പോഴാണ് നമ്മൾ അതിൻ്റെ വില അറിയുന്നതും ആ തീഷ്ണതയിലേക്ക് നമ്മൾ അത്രമാത്രം ആഴത്തിലേക്ക് നമ്മൾ പോകുന്നത്. അതുപോലെ ഇപ്പം നമ്മൾ യേശുവിനെ അറിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് കിട്ടാതെ വരുമ്പോഴുള്ള വേദന, അപ്പോൾ യേശുവിനെ അറിയാത്തവരുടെ വേദനയോ, അപ്പം അതാണ് നമ്മുടെ ക്ലാസ് അത് തന്നെയാണ്, സുവിശേഷ പ്രഘോഷണം, വിശ്വാസ പ്രത്യുത്തരം. അപ്പം ചെറുപ്പം മുതലേ മക്കളെ വിശ്വാസത്തിൽ വളർത്തിയാൽ അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ടാണെങ്കിലും ഇവിടെയുള്ള ഒരു ഇതിലേക്കോ അല്ലെങ്കിൽ മോൻ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ വന്നതാ എങ്കിലും ആ വിശ്വാസത്തിലേക്ക് ഒരു ഓൾട്ടർ ബോയ് ആയിട്ട് നിൽക്കാനും അതുപോലെ സൺഡേ സ്കൂൾ പഠിപ്പിക്കാനും രണ്ട് പിള്ളേരും അങ്ങനെ ഒരു ദൈവത്തോട് ചേർന്ന് വെച്ച് ഈശോയോട് ചേർത്ത് വെച്ച് നമുക്ക് ഏത് സാഹചര്യത്തിൽ നമുക്ക് മക്കളെ വളർത്താൻ പറ്റും. ആ ഒരു വിശ്വാസം നമ്മൾ ചെറുപ്പത്തിലേ കൊടുത്ത് വളർത്തുക. അതാണ് എൻ്റെ ജീവിതത്തിൽ നിന്നും എനിക്ക് പറയാനുള്ളത്. എനിക്ക് മനസ്സിലായത്. യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഇനി അടുത്ത ക്ലാസ് എടുക്കുന്ന അച്ഛൻ വന്നില്ലല്ലോ അല്ലേ? ഇല്ല, അച്ഛൻ എത്തിയില്ല. അച്ഛൻ എത്തൂല. അപ്പം അച്ഛനിപ്പോ അച്ഛൻ ഇന്ന് വരുകയില്ലേ? ഇല്ലില്ല, അച്ഛൻ ബാംഗ്ലൂരാ ഉള്ളത്. അവിടുന്ന് കയറാനുള്ള സാധ്യത ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? അപ്പൊ ഷിബു തന്നെയാണോ മൊത്തം ക്ലാസ് എടുക്കുന്നേ? ഇന്ന് മൊത്തം ഞാൻ തന്നെയാ. എന്നാ ആയിക്കോട്ടെ, ഷിബു വന്നാ മോസ്റ്റ് വെൽക്കം. ഷിബുവിനെ പൂർണ്ണമായും ഏൽപ്പിച്ചു തരുന്നു. ഓക്കെ, താങ്ക് യു. നമുക്കൊന്ന് ഒരു നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു. ഷാജിക്കുട്ടി ചേച്ചിയുടെ അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചു. നമ്മുടെ മധ്യത്തിലുള്ള നമ്മളെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് നമ്മളായിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടിയാലും അവരോടൊപ്പം ഞാനുണ്ട് എന്നുള്ള അവിടുത്തെ ദൈവവചനം സത്യമാണ്, അത് പൂർണ്ണമാണ്. അങ്ങനെ നമ്മുടെ മധ്യത്തിൽ വസിക്കുന്ന നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്ത രക്ഷകനായ യേശുക്രിസ്തുവിനെ നമുക്കൊന്ന് ഓർമ്മിക്കാം.
അവൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ പതിക്കുന്നതിന്, രൂപപ്പെടുന്നതിന് അവിടുത്തെ വലിയ കൃപയ്ക്കായി നമുക്ക് യാചിക്കാം. ഈശോ പറഞ്ഞത്, നിങ്ങൾ 2 3 പേർ ഒരുമിച്ച് കൂടുമ്പോൾ അവരോടൊപ്പം ഞാനുണ്ട് എന്ന് പറഞ്ഞ ആ തിരുവചനത്തിൻ്റെ ശക്തിയാൽ, അവിടുത്തെ മഹനീയമായ സാന്നിധ്യത്താൽ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിശ്വാസ പ്രത്യുത്തരം നമ്മുടെ ജീവിതത്തിൻ്റെ ആഴത്തിൽ വേരുറപ്പിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം സ്വതന്ത്രമായി നമ്മുടേതായ രീതിയിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. വീഡിയോ ഓണാക്കേണ്ടവർക്ക് വീഡിയോ ഓണാക്കാം, മൈക്ക് ഓണാക്കേണ്ടവർക്ക് മൈക്ക് ഓണാക്കാം. ഞാൻ ആരുടെയും മൈക്ക് മ്യൂട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ ഓണാക്കിയും മൈക്ക് ഓണാക്കിയും ഒക്കെ നമുക്ക് കർത്താവിനെ ഓൾവിൻ പറഞ്ഞതുപോലെ, ഒളിഞ്ഞന പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ സ്വരത്താൽ, നമ്മുടെ ശബ്ദത്താൽ, നമ്മുടെ ശരീരത്താൽ, നമ്മുടെ ചിന്തകളാലൊക്കെ അവിടുത്തെ നമുക്ക് ആരാധിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ ആരാധന, ദൈവമേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രാഹത്തിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും ദൈവമേ നിന്നെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പൂർവ്വ പിതാക്കന്മാരുടെ ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പ്രവാചകന്മാരുടെയും രാജാക്കന്മാരുടെയും ന്യായാധിപന്മാരിലൂടെയും അരുളി ചെയ്ത ഈശോയുടെ വാഗ്ദാനമായ അവിടുത്തെ വലിയ കൃപയ്ക്കായി ആഗ്രഹിച്ച് ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയിലൂടെയും നീതിമാനായ വിശുദ്ധ യോസേപ്പ് പിതാവിലൂടെ അപ്പസ്തോലന്മാരെയും ഒക്കെ നയിച്ച ദൈവത്തിന്റെ കൃപാവരത്തെ ഓർത്തുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ ആരാധിക്കുന്നു, ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ അവിടുത്തെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ ആരാധന, 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 ആരാധന. ആമേൻ. അപ്പൊ ഞാൻ നമ്മൾ തുടങ്ങുമ്പോൾ നേരിട്ട് ഞാൻ വിഷയത്തിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മൾ നാലാമത്തെ ആഴ്ചയാണ് അല്ലേ ഇത്? എൻ്റെ ഒരു സംശയം കൊണ്ടാണ് ചോദ്യം. അല്ലേ? ഒന്നാമത്തെ ആഴ്ച നമ്മൾ എന്തിനെ കുറിച്ചാണ് ചിന്തിച്ചേ? യേശു ഏകരക്ഷകൻ. ഒന്നാമത്തെ ആഴ്ചയോ? അല്ല, ഒന്നാമത്തെ അല്ല, മൂന്നാമത്തെ. ഒന്നാമത്തെ ആഴ്ച ദൈവസ്നേഹം അല്ല, ദൈവരാജ്യം. ദൈവരാജ്യം ദൈവരാജ്യത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത് അല്ലെ? ഇവിടെ നിങ്ങൾക്ക് വീഡിയോ ഓണാക്കാമെങ്കിൽ വീഡിയോ മൈക്ക് ഓണാക്കിക്കോ. ദൈവരാജ്യത്തെ കുറിച്ചുള്ള നിങ്ങളുടെ മനസ്സിലെ ചിന്തകൾ ആ കേട്ടതിന്റെ വെളിച്ചത്തിൽ ഇപ്പൊ വെറുതെ പറയാൻ തോന്നുന്നു, പറയാവോ? ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവം ഭരണം നടത്തുന്ന ഇടമാണ്. ഇടമാണ് ദൈവരാജ്യം. ദൈവത്തെ രാജാവായി അംഗീകരിക്കുക, ദൈവത്തെ പൂർണ്ണമായും ദൈവം ഭരണം നടത്തുന്ന സ്ഥലം. ദൈവമായിരിക്കണം ഭരണം നടത്തുന്നത്. പിന്നെ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനുള്ള സന്തോഷമാണ്. ഓക്കെ, ചുമ്മാ പറഞ്ഞു, വെറുതെ പറഞ്ഞു. ഇതാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. ജീവിച്ചേച്ചി പഴയ നോട്ടൊക്കെ തപ്പുന്നുണ്ട്. ജീവിച്ചേച്ചി പഴയ നോട്ടൊന്നും നോക്കണ്ട, എനിക്ക് പറഞ്ഞു. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ആഴ്ചയിൽ ദൈവരാജ്യത്തെ കുറിച്ചുള്ള ചിന്തകൾ നമ്മൾ കടന്നു പോകുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ട് വളരേണ്ട ഒന്നാണ്. അത് പുറമേ ഉള്ളത് അതല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ട് വളരേണ്ട, അതൊരു കടുക് മണി പോലെ വളർന്ന് വലുതായി വരേണ്ട, അല്ല ഒരു പുളിമാവ് പോലെ വ്യാപിക്കേണ്ട, അല്ലെങ്കിൽ ദൈവരാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഒക്കെ ജീവിതത്തിന്റെ ചിന്തകളിലും വ്യാപാരങ്ങളിലും അല്ലെ, ജഡിക മനുഷ്യൻ, വ്യഭിചാരം, അശുദ്ധി, വിഗ്രഹാരാധന, ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളും ഉപേക്ഷിക്കണം എന്നൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇങ്ങനെ ഇതിലൂടെ കടന്നു പോകുന്നവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്ന് വിശുദ്ധ നമ്മെ പത്രോസിക ഓർമ്മപ്പെടുത്തുമ്പോൾ എന്താണ്, അങ്ങനെയുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും വിചാരങ്ങളിലൂടെ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നതിനെ നമ്മൾ മാറ്റി ദൈവിക ചിന്തയിലേക്ക്, ദൈവത്തിന്റെ വികാരങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ദൈവരാജ്യത്തിന്റെ ചിന്തയാണ്. അപ്പൊ ഇത് എത്രമാത്രം നമ്മളിൽ വളരുന്നുണ്ട് ഈ ദൈവരാജ്യം? അത് വലിയൊരു ചോദ്യമാണ്. ദൈവരാജ്യം പുറമേ ഉള്ള, ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ദൈവരാജ്യം നമ്മുടെ കുടുംബത്തിൽ എന്ന ജോഷിയച്ചൻ നമ്മെ ഓർമ്മപ്പെടുത്തിയപ്പോഴും ഞാൻ വിചാരിക്കുന്നു അത് നമ്മെ പറഞ്ഞത്, ആ ദൈവരാജ്യം എന്ന് പറയുന്നത് നീതിയുടെയും സമാധാനത്തിൻ്റെതുമാണ്. അത് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ജീവിക്കുന്ന, നമ്മുടെ വ്യക്തിത്വത്തിൽ, നമ്മുടെ പേഴ്സണാലിറ്റിയിൽ, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗത്തിൽ മുഴുവൻ വ്യാപിക്കുന്ന ഒന്നാണ് ഈ ദൈവരാജ്യം എന്നുള്ളത്. അപ്പൊ ആ ദൈവരാജ്യത്തെ കുറിച്ചുള്ള ചിന്ത
നമ്മളിൽ എപ്പോഴും ഉണ്ടോ? ഈ ഉണ്ടാവണം. ഈ ദൈവരാജ്യം നമ്മൾ ഒരാളോട് ഞാൻ 8 മണിക്ക് ഫോൺ വിളിക്കാന്ന് പറയുമ്പം 8 മണിക്ക് തന്നെ ഫോൺ വിളിക്കുന്ന ദൈവരാജ്യത്തിന്റെ ആ നീതി നമ്മളിൽ എപ്പോഴും ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം വേണമെങ്കിൽ വരാം, അല്ലെ? അല്ല, വീട്ടിൽ അടുക്കി പെറുക്കി ചിട്ടയായി ക്രമമായി വെക്കുമ്പോൾ അത് ദൈവരാജ്യത്തിന്റെ ഒരു നീതിയാണ്. അത് നമ്മളിൽ എത്രമാത്രം ശ്രദ്ധ ചെലുത്താൻ ഞാൻ വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിന്റെ ചിന്തകളിൽ, പ്രവർത്തനങ്ങളിൽ, വ്യാപാരങ്ങളിലൊക്കെ ഉണ്ട് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നാമത്തെ ചിന്തയാണ് ദൈവരാജ്യം. ആ ദൈവരാജ്യത്തിൽ നിന്നാണ് ബാക്കി മുഴുവനുള്ള ആ ദൈവരാജ്യം ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ യാത്രയിൽ അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ അതൊന്നും കൂടെ വീണ്ടും എല്ലാ ആഴ്ചയും കടന്നു പോകുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം ഞാൻ ഒന്ന് വായിച്ചപ്പോൾ എനിക്ക് തോന്നി ദൈവരാജ്യം പുളിമാവ് പോലെയാണ്, അല്ലെ? എന്താണ് പുളിമാവ് പോലെയാണെന്ന് പറയുമ്പോൾ അവിടുന്ന് ഉദ്ദേശിക്കുന്നതാവോ? ചുമ്മാതെ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ, അതായത് ഒരു പുളിമാവിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു സ്വല്പം മതി, അതുകൊണ്ട് നമുക്ക് മുഴുവൻ മാവിനെയും പുളിപ്പിക്കാം. അതായത് നമ്മുടെ ജീവിതം നമ്മളൊരു വിശുദ്ധിയിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരിലേക്കും ആ പ്രകാശം പടരും. അങ്ങനെ നമുക്കൊരു സാക്ഷികളാക്കി, യേശുവിന്റെ സാക്ഷികളാക്കി മാറാൻ പറ്റും. ബാക്കിയൊക്കെ ആൾക്കാർ ജോലിയുടെ തിരക്കിലായതുകൊണ്ടായിരിക്കും മിണ്ടാത്തത് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, ദൈവരാജ്യം പുളിമാവ് പോലെയാണെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത ഇതാണ്: മാവ് ശരിക്കും പുളിച്ചാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? അപ്പം ഉണ്ടാവുള്ളൂ. നല്ല അല്ലെങ്കിൽ രുചികരമായ അടയായിപ്പോകും. സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാവും. ഇല്ലെങ്കിലോ? ചിലപ്പോൾ അടയായി ചേച്ചിമാരൊക്കെ പുളിക്കാൻ വെച്ച് പിറ്റേ ദിവസം പുളിച്ചില്ലെങ്കിൽ എന്ത് പറയും? അടയായി പോകും. എന്തിനു കൊള്ളാന്ന് പറയും. അല്ലെ? ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ ശരിയായ വിധം വർദ്ധിച്ചാൽ മാത്രമേ നല്ല അപ്പമായി നമുക്ക് മാറാൻ കഴിയൂ. അപ്പമായി മാറുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവന്റെ വിശപ്പടക്കാൻ, സംതൃപ്തി ലഭിക്കാൻ, സന്തോഷം കിട്ടാൻ, സ്വസ്ഥത കിട്ടാൻ, ആരോഗ്യം കിട്ടാൻ എല്ലാം അതിനകത്തായി. ആ പുളിമാവ് പോലെ എന്ന് പറയുമ്പോൾ ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ കൃത്യമായും ആ പുളിമാവ് പോലെ വളരെ കൃത്യമായും സമയത്ത് പുളിപ്പിക്കപ്പെട്ടാൽ മാത്രമേ നമ്മൾ നല്ലൊരു അപ്പമായി മാറും. നമ്മൾ നല്ല അപ്പമായി മാറിയാലേ കൂടെയുള്ള മനുഷ്യർക്ക് അത് ഭക്ഷിക്കാൻ, അത് അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ പുളിമാവ് പോലെ വളരെ നമ്മൾ നിന്നു കൊടുക്കുന്നുണ്ടോ? ഈസ്റ്റ് ഇട്ടേച്ച് 5 മിനിറ്റ് കഴിഞ്ഞ് പോയി കോരി ഇട്ടാൽ അപ്പം റെഡി ആവൂല. അപ്പാവുമായിരിക്കും, പക്ഷെ നല്ല അപ്പം ആകത്തില്ല. അതിനൊരു സമയമുണ്ട്, അതിനൊരു യാത്രയുടെ ദൂരമുണ്ട്, അല്ലെ? അത് ഇടുന്നത് മുതൽ പുളിച്ചു പൊങ്ങുന്നത് വരെയുള്ള യാത്രയെ ദൂരമുണ്ട്. ഇതുപോലെ ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ വളരാൻ നമ്മൾ ബോധപൂർവം ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് പ്രധാനമായ നമ്മുടെ ഉള്ളിൽ ഉള്ള ഒന്നാമത്തെ ചിന്ത. രണ്ടാമത്തെ ആഴ്ച നമ്മൾ കേട്ടത് എന്താ? ദൈവസ്നേഹം. ദൈവസ്നേഹത്തെ കുറിച്ചാണ്. ഈ ദൈവരാജ്യം എന്ന പുളിമാവ് നമ്മുടെ ഉള്ളിൽ ആഴപ്പെട്ട് വളരണമെങ്കിൽ സ്നേഹിക്കുന്ന ദൈവത്തെ, അതൊരു പുളിമാവാണ്, അതാണ് പുളിമാവ്. ആ സ്നേഹിക്കുന്ന ദൈവം എന്ന പുളിമാവ് നമ്മുടെ ഉള്ളിൽ എങ്ങനെ പുളിപ്പിക്കപ്പെടാനായിട്ട് അത് റെഡിയാകുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അത് ദൈവരാജ്യമായി നമ്മുടെ ഉള്ളിൽ വളർന്നു വരിക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരർത്ഥത്തിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ആ ദൈവസ്നേഹത്തെ കുറിച്ച് ചിന്തിച്ചപ്പോൾ നമ്മൾ എന്താണ് ആഴ്ച മനസ്സിലാക്കിയ ഒരു കാര്യം? ചുമ്മാതെ ആരെങ്കിലും ഒക്കെ വെറുതെ പറഞ്ഞു. ആയിട്ട് ഞാൻ അടുത്ത വിഷയത്തിലേക്ക് നമ്മുടെ ഇതിലേക്ക് വരുമ്പോൾ കയറാന്ന് വിചാരിച്ച. ദൈവം തന്റെ പുത്രനെ നൽകുവാൻ തക്ക വിധം മനുഷ്യരെ സ്നേഹിച്ചു. ഓക്കെ, പിന്നെ ദൈവം നമ്മളെ നിരന്തരമായി സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ആ ഒരു അറിവ്, ആ ഒരു സെക്യൂരിറ്റി, എന്താ പറയണ, നമ്മളെ സ്നേഹിക്കുന്ന നമുക്കൊരു അപ്പനുണ്ട് എന്നുള്ള ഒരു ബോധ്യം. വേറെ ആരെങ്കിലും? കുടുംബത്തിലുള്ള സ്നേഹം, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹം. അപ്പോൾ ദൈവസ്നേഹത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം, ദൈവത്തിന് നമുക്ക് നമ്മുടെ പേരും അഡ്രസ്സും നമ്മുടെ നിറവും രൂപവും ഭാവവും ഒക്കെ നന്നായിട്ട് അറിയാം. അതാണ് ദൈവത്തിൻ്റെ. നമുക്ക് നമ്മെ അറിയാവുന്ന ചോദിച്ചാൽ അറിയത്തൊന്നുമില്ല. എപ്പം നമ്മൾ പൊട്ടിത്തെറിക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല. പൊട്ടിത്തെറിച്ച് കഴിഞ്ഞ് പറയും നമ്മൾ പൊട്ടിത്തെറിച്ചെന്നുള്ളത്. എപ്പോൾ എങ്ങനെ പെരുമാറുമെന്ന് ചോദിച്ചാൽ അത് കഴിയുമ്പോൾ നമ്മൾ പറയും അങ്ങനെ ആയിപ്പോയി, സംഭവിച്ചു പോയി, പറ്റിപ്പോയി. എപ്പം വീണു എന്ന് ചോദിച്ചാൽ വീണ് കഴിഞ്ഞ് പറയും വീണു എന്ന് പറയാം. എപ്പം ചീത്ത വാക്ക് പറഞ്ഞു കഴിഞ്ഞ് പറയാം.
പക്ഷെ ദൈവത്തിന് വളരെ കൃത്യമായിട്ട് നമ്മെ അറിയാം. നമ്മുടെ പേരും നമ്മുടെ അഡ്രസ്സ് മാത്രമല്ല, നമ്മുടെ എനിക്ക് നിന്നെ നന്നായി അറിയാമെന്നുള്ള ഒറ്റ വാക്ക് തന്നെ അല്ല. ചിലപ്പോൾ നമ്മളെ അമ്മമാരും അപ്പന്മാരും ഒക്കെയാണ് നമ്മൾ പിള്ളേരോട് പറയാം, എടാ അധികം കളിക്കണ്ട, എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം, നീ എന്നാ ചിന്തിച്ച് ഇല്ല, അങ്ങനെ പറയാറില്ല നമ്മള്. Yes. എനിക്ക് നിങ്ങളുടെ ആരെയും മുഖം ചായക്കൂട്ടി ചേച്ചി കുറച്ച് താന്നും പോയി. അപ്പൊ ആരെയും മുഖം കാണാത്തതുകൊണ്ട് ഞാൻ തന്നെ എന്നെ നോക്കി എന്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് ഞാനിങ്ങനെ ശ്രമമാണ്. ശാരിക്കുട്ടി ചേച്ചി താന്നു. നിങ്ങൾ എന്തെങ്കിലും പണി ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല, വീഡിയോ വേണം ഓണായിരിക്കും, അപ്പൊ നിങ്ങളുടെ മുഖങ്ങളെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഒന്ന് നമ്മളെ പറയും പിള്ളേരോട്, എടാ എനിക്ക് നിന്നെ നന്നായി അറിയാം, നിന്റെ വലിയ വിളച്ചിലൊന്നും എൻ്റെ അടുത്ത് വേണ്ട, എന്താ പറയാ. ദൈവം പറയുന്നത് എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. അത്രമാത്രം അറിഞ്ഞിട്ടും സ്നേഹിക്കുന്ന ഒരു അപ്പൻ്റെ സ്നേഹം നമ്മൾ എത്രമാത്രം ആഴത്തിൽ നിരന്തരം അറിയുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. നമ്മൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും ദൈവ സ്നേഹമാണ് എന്നുള്ളതാണ്. അത് പഴയ നിയമം മുഴുവൻ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് ഈ പുളിമാവ് പോലെ നിന്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവത്തെയാണ്. അല്ലെ, നിനക്ക് വിശന്നപ്പോൾ ഭക്ഷണം തന്ന, നിനക്ക് ദാഹിച്ചപ്പോൾ ജലം തന്ന, ഉടുപ്പ് തന്ന, ചെരുപ്പ് തന്ന, പേസ്റ്റ് തന്ന, അല്ലെ പെയിൻചീപ്പ് തന്ന, മുടി തന്ന, അങ്ങനെ ഓരോന്നും തന്ന, നിന്റെ കൂടെ നിരന്തരം സഞ്ചരിക്കുന്ന ഒരു അപ്പൻ കൂടെയുണ്ട് എന്നുള്ള ആ അനുഭവമാണ് ഒരു പുളിമാവായി നമ്മളിൽ വർദ്ധമാനമാകുന്നത്. ആ അവബോധവും അനുഭവവും ഇല്ലെങ്കിൽ നമ്മൾ നല്ലൊരു പുളിമാവില്ല. നമ്മളിവിടെ ദൈവരാജ്യം ഇങ്ങനെ വളർന്ന് വലുതായി പുളിമാവ് ഇങ്ങനെ പൊങ്ങി ഒന്ന് അടപ്പൊക്കെ മാറി പുറത്തേക്ക് വീഴുന്ന പോലെ വീഴണമെങ്കിൽ, അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് എൻ്റെ അപ്പനെ എനിക്ക് നന്നായിട്ട് അറിയാം, എനിക്ക് അപ്പനെ അറിയാം, അപ്പൻ എന്നെ അറിയാം എന്ന് പറയുമ്പോൾ ആ ദൈവരാജ്യം വളരുന്നത് സ്നേഹത്തിലാണ്. സ്നേഹമെന്ന പുളിമാവില്ലെങ്കിൽ ദൈവരാജ്യം വളരില്ല. അങ്ങനെയാണ് രണ്ടാമത്തെ ആഴ്ചയിൽ സ്നേഹിക്കുന്ന പിതാവായ ദൈവത്തെക്കുറിച്ച് നാം പറഞ്ഞത്, നാം മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ബൈബിളിലൂടെ മുഴുവൻ നമ്മുടെ കുടുംബത്തിലും ആ സ്നേഹമില്ലെങ്കിൽ കുടുംബത്തിലൊന്നുമില്ല. സ്നേഹമുണ്ടെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനെയൊക്കെ വളരെ ഈസി ആയിട്ട് മുന്നോട്ട് പോകുന്നു. ആ സ്നേഹം അനുഭവിക്കണം, പങ്കുവെക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തെ ആഴ്ചയിലേക്ക് വന്നപ്പോൾ നമ്മൾ കണ്ടത് ഈ സ്നേഹം, ദൈവരാജ്യത്തിന്റെ ഈ പിതാവിന്റെ സ്നേഹം അനുഭവിക്കാൻ, പങ്കുവെക്കാൻ പറ്റാതെ വന്നതിന്റെ കാരണം പാപാവസ്ഥയാണ്. നമ്മളിലൊക്കെ ഈ പാവത്തിന്റെ സ്വാധീനമുണ്ട്, ഈ ബലഹീനത നമ്മളിലെല്ലാം ഉണ്ട് എന്നുള്ള വലിയ രണ്ടാമത്തെ യാഥാർത്ഥ്യം, നമ്മൾ ബലഹീനരാണെന്നുള്ള വലിയ തിരിച്ചറിവാണ്. നമ്മൾ മാവ് തന്നെ ഇരുന്നാൽ പുളിക്കില്ല എന്നുള്ള മാവിൻ്റെ തിരിച്ചറിവാണ് പുളിമാവിനെ ഉൾക്കൊള്ളാൻ അവിടുന്ന് സ്വീകരിക്കുന്ന സ്നേഹത്തിന്റെ ഭാവം. അല്ലെ, മാവ് ഞാൻ തന്നെ അങ്ങ് പുളിച്ചേക്കാന്ന് പറഞ്ഞ പുളിയോ? കടുമണി ഞാൻ തന്നെ അങ്ങ് വളർന്നേക്കാന്ന് വിചാരിച്ചാൽ വളരുമോ? അപ്പൊ ഞാൻ തന്നെ എനിക്കൊന്നും ആവില്ല എന്നുള്ള വലിയ തിരിച്ചറിവ് വേറൊന്നിനെ സ്വീകരിക്കാൻ, സത്യത്തെ സ്വീകരിക്കാനായിട്ട് സാധ്യമാവുന്നു. രണ്ടാമത് നമുക്കുണ്ടാവേണ്ട വലിയ തിരിച്ചറിവാണ്, ഞാൻ ഒന്നുമല്ല, എൻ്റെ ഈ തടിയും മിടുക്കും പാരമ്പര്യവും കഴിവും ഒക്കെ ഈ ഒരു ജീവ ചേച്ചിക്ക് ഉറക്കം വരുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം. അല്ലേ, ചേച്ചി പാത്രം കഴിയാണ്. എന്നാടി ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്, അവള് പനിയായിട്ട് ഞാനില്ലേ നിർത്തുന്നു പോക്കോ. അവള് പനിയായിട്ട് എൻ്റെ കൂടെ കിടക്കുമായിരുന്നു. ബാക്കി എല്ലാവരും രാവിലെ പള്ളിയിൽ പോയി, ഞാൻ കൊച്ചിന് കാവലായി. അപ്പൊ എൻ്റെ കൂടെ അടുത്ത് കിടക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു നമുക്ക് നമ്മളെ കുറിച്ചുള്ള വലിയൊരു തിരിച്ചറിവ്, പുറമേയുള്ള തിരിച്ചറിവല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ നമ്മൾ എപ്പോൾ വേണമെങ്കിലും വീണു പോകാമെന്ന്, എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാമെന്ന്. അല്ലേ, ക്ലാസ് എപ്പോഴാ പൊട്ടണേ? നിത്യ അടുക്കള കഴിവായത് കൊണ്ട് ചോദിക്കുക, ക്ലാസ് എപ്പം പൊട്ടും? പറയാൻ പറ്റില്ല, എപ്പം വേണേലും പൊട്ടാം. താഴെ പോയാൽ പൊട്ടാം, കയ്യിൽ വീണാ പൊട്ടും. കയ്യിൽ വീണ നിർബന്ധമൊന്നുമില്ല, വേറെ പാത്രം വന്ന് അതിന്റെ മുകളിൽ വീണാലും പൊട്ടാം. അല്ലേ, അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ മൺപാത്രം പോലെയാണ്. വലിയ മിടുക്കും ഭാവം ഒന്നും വെച്ചോണ്ടിരിക്കണ്ട, എപ്പം വേണമെങ്കിലും പോകാൻ കഴിയുന്ന വിധത്തിൽ, പൊട്ടാൻ കഴിയുന്ന വിധത്തിൽ
അല്ലെങ്കിൽ ഛിന്നഭിന്നമാകാൻ കഴിയുന്ന വിധത്തിൽ അത്രമാത്രം ബലഹീനരാണ് ഞാൻ എന്നുള്ള അവബോധത്തിലേക്കുള്ള നിരന്തരമായ യാത്രയിൽ മാത്രമേ മാവ് പുളിക്കാൻ പറ്റൂ. അപ്പം ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ വളരാൻ സാധ്യമാകണമെങ്കിൽ ഞാൻ ബലഹീനനാണെന്നുള്ള എന്നെക്കുറിച്ചുള്ള തിരിച്ചറിവിൽ കണ്ടെത്താൻ കുറേയൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ധാരാളം നമ്മൾ ഇനിയും കണ്ടെത്താനുണ്ട്, മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. എപ്പോഴാണ് മനസ്സിലാക്കുന്നത്? പറഞ്ഞ ഫ്രാൻസിസ് അസീസിയോട് ശിഷ്യൻ ചോദിച്ചാൽ എപ്പോഴാണ് വ്യഭിചാരം ചെയ്യുന്നത്? ചെയ്തു കഴിയുമ്പോൾ അറിയാം, ഒന്നും പറയാൻ പറ്റൂല എന്ന് പറഞ്ഞ പോലെ എപ്പോഴും വീഴുമെന്ന് ചോദിച്ചാൽ വീണ് കഴിയുമ്പോഴേ അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഞാൻ ഇത്രയും ബലഹീനനാണ്, ഇത്രയും വീഴാൻ സാധ്യതയുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത്. എപ്പോഴാണ് നമുക്ക് ഓർമ്മശക്തി ഉണ്ടെന്ന് മനസ്സിലാവുന്നത്? മറവി വരുമ്പോ. എല്ലാം മറന്നു പോകുമ്പോഴാണ് ദൈവമേ ഓർമ്മശക്തി ഉണ്ടായിരുന്നല്ലോ എന്ന് തിരിച്ചറിയുന്നത്, അല്ലെ? എന്ന് പറയുന്ന പോലെ നമ്മളെ കുറിച്ചുള്ള അതാണ് മൂന്നാമത്തെ ആഴ്ചയിൽ നമ്മൾ കണ്ടത്. ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ, ഈ ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ വളരാൻ, അത് പുളിമാവ് പോലെ വിശാലമാകാൻ കഴിയാതെ പോകുന്നത് നമ്മുടെ ബലഹീനതയാണ്. അതിൽ നിന്നാണ് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ആഴത്തിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചത് യേശുക്രിസ്തുവിലൂടെ കൈവന്ന സമ്പൂർണമായ രക്ഷ. ഈ അടിമത്തത്തിൽ നിന്ന് നമ്മെ മുഴുവൻ വിമോചിപ്പിച്ച ക്രിസ്തുവിന്റെ രക്ഷയെക്കുറിച്ചാണ് നമ്മൾ ആഴത്തിൽ ഒന്ന് കണ്ടെത്താൻ ശ്രമിച്ചത്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വെറുതെ ചിന്തകളൊന്ന് പറയാമോ? എങ്ങനെയാണ് യേശുക്രിസ്തു സർവ്വ മനുഷ്യരെയും, നമ്മെ ഓരോരുത്തരെയും സർവ്വ മനുഷ്യരെയും വിമോചിപ്പിച്ചത്? ഈ ദൈവരാജ്യത്തിലേക്ക് ആദ്യ മാതാപിതാക്കളിലൂടെ നഷ്ടപ്പെട്ടു പോയ ആ ദൈവരാജ്യത്തിന്റെ എല്ലാ തലത്തിലേക്ക് നമ്മളെ വീണ്ടും റീപ്ലേസ് ചെയ്തത് എങ്ങനെയാണ്? അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ കാണാൻ ശ്രമിച്ചത്. വെറുതെ പറയാമോ? കുരിശുമരണത്തിലൂടെ, പീഡാസഹനത്തിലൂടെ. അത് നമ്മൾ ഒന്ന് ആ ഒരു ഓർഡർ നിങ്ങളുടെ മനസ്സിൽ കഴിഞ്ഞ ആഴ്ച കിട്ടിയിട്ടുണ്ടോ? മനുഷ്യനായി പിറന്ന് ആദം പാപം ചെയ്തു. ആ പാപത്തിലൂടെ കടന്നു വന്ന മനുഷ്യന്റെ മരണത്തിലേക്ക് യേശുവിന്റെ രക്ഷ. മനുഷ്യനായി പിറന്നു ഭൂമിയിൽ. മനുഷ്യാവതാരം എന്നതിനെ കുറിച്ച് പറയുമോ? ദൈവമായിരുന്നിട്ടും പാപം ഒഴികെ ബാക്കി എല്ലാം ഉള്ള മനുഷ്യനായി പിറന്നു. അനുരഞ്ജനം, പാവപരിഹാരം, നീതീകരണം, സ്വാതന്ത്ര്യം എന്നൊക്കെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞെന്ന് ഞാൻ വിചാരിക്കുന്നു. യേശുക്രിസ്തു രക്ഷ പൂർത്തിയാക്കാൻ, സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനായി 4 കാര്യം ചെയ്തു. 1 അനുരഞ്ജനം, 2 പാപപരിഹാരം, 3 നീതീകരണം, 4 സ്വാതന്ത്ര്യം. പറഞ്ഞിട്ടുണ്ടാകാൻ വഴിയുണ്ട്. നമുക്ക് വെറുതെ ഒന്ന്, അതായത് ആദ്യ മാതാപിതാക്കൾ പിതാവിനെ ധിക്കരിച്ചത് മൂലം എല്ലാ ബന്ധവും നഷ്ടപ്പെട്ടു. ഏതൊക്കെ ബന്ധം? ദൈവവുമായുള്ള ബന്ധം, പ്രകൃതിയുമായുള്ള ബന്ധം, പരസ്പരം. പിന്നെ പ്രകൃതി, ദൈവം, പരസ്പരം. ദൈവം മനുഷ്യനും തമ്മിലുള്ള ബന്ധം, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം, മനുഷ്യനും തമ്മിലുള്ള. പിന്നെ അത് ഒരെണ്ണമേതാ? ഒന്നുണ്ട്, നമ്മളോടുള്ള ബന്ധം, എന്നോടുള്ള ബന്ധം, സ്വന്തം സ്വയം. എനിക്ക് എന്നോടുള്ള ബന്ധം. അപ്പൊ ഈ 4 ബന്ധങ്ങളെയും അവിടുത്തെ മനുഷ്യാവതാരത്തിലൂടെ കൂട്ടി യോജിപ്പിക്കുകയാണ്. മനുഷ്യാവതാരം, രഹസ്യ ജീവിതം, പരസ്യ ജീവിതം, മരണം, ഉദ്ധാന, സ്വർഗാരോഹണം. ഈ പെസഹ രഹസ്യത്തിലൂടെ അവിടുന്ന് കൂട്ടി യോജിപ്പിക്കുകയാണ് 4 ബന്ധം. അതാണ് അനുരഞ്ജനം. അവിടുന്ന് ആകാശത്തിലും ഭൂമിയിലുള്ള സർവ്വ മനുഷ്യരെയും സർവ്വതിനെയും അവിടുത്തെ ജനന, മരണ, ഉദ്ധാന, സ്വർഗാരോഹണത്തിലൂടെ അനുരഞ്ജനം സാധ്യമാക്കി. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല വസ്തുക്കളെയും അവിടുന്ന് തന്നിലൂടെ അനുരഞ്ജിപ്പിക്കുകയും കുരിശിൽ മരണത്തിലൂടെ അവിടുന്ന് സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു എന്നുള്ള പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ കഴിഞ്ഞ ആഴ്ച കേട്ടിട്ടുണ്ടാവും, ഇല്ലേ? ആർക്കറിയാം? അപ്പൊ അന്ന് അനുരഞ്ജനം, അതാണ് ഈശോയുടെ ജനനത്തിലൂടെ, ജനനം മുതൽ ആരംഭിക്കുന്ന ദൈവമായിട്ടുള്ള, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ ദൈവമായിട്ടുള്ള സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു എന്ന് പറയുന്ന ദൈവവചനം ഈശോയുടെ അനുരഞ്ജനത്തെ
സാധ്യമാക്കുന്നതാണ്. അവിടുന്ന് അനുരഞ്ജനം എന്ന് പറയുമ്പോൾ ഒന്നെന്താണ്, ദൈവം പറഞ്ഞ, പിതാവ് പറഞ്ഞ കാര്യം കേട്ട് മനുഷ്യ അവതാരം ചെയ്തു, അല്ലേ? മനുഷ്യൻ ദൈവം പറഞ്ഞ വാക്ക് അനുസരിച്ചു. ആദ്യ മാതാപിതാക്കൾ ദൈവം പറഞ്ഞ വാക്ക് ധിക്കരിച്ചു എങ്കിൽ അനുരഞ്ജനം എന്ന് പറയുന്നത് ദൈവം പറഞ്ഞ വാക്ക് കേട്ടു. രണ്ടെന്താണ്, മനുഷ്യനും തമ്മിൽ യോസേപ്പിതാവും മാതാവും പറഞ്ഞ കാര്യം കേട്ട് അടിയും കൊണ്ട് വഴക്കും കേട്ട് വിധേയനായി 30 വർഷക്കാലം ജീവിച്ചു. മനുഷ്യരോടുള്ള ആ ബന്ധം പുനഃസ്ഥാപിക്കുകയാണ്, അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 30 വർഷക്കാലം യോസേപ്പിതാവും മാതാവും പറഞ്ഞത് കേട്ടിട്ട് ദൈവം ഇരിക്കടാന്ന് പറഞ്ഞപ്പോൾ ഇരുന്നു. പോയി കുളിക്കടാന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേരോട് പറയുന്നത് തന്നെ ആലോചിച്ചാൽ മതി. പോയി കുളിക്കടാ, ഭക്ഷണം കഴിക്കടാ, മിണ്ടാതിരിക്കടാ എന്നൊക്കെ പറഞ്ഞ യോസേപ്പിതാവും മാതാവും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഇല്ലേ? തീർച്ചയായിട്ടും. അതൊക്കെ കേട്ട് അനുസരിച്ച്, അല്ലെ? 10ാമത്തെ വയസ്സ് കാണാതെ വെപ്പാടെ മര്യാദയ്ക്ക് വീട്ടിൽ വന്നിരിക്കടാ എന്ന് അമ്മ പറഞ്ഞു. ഒരുമാതിരി ഇറങ്ങിപ്പോന്ന പോക്ക്, അല്ലെ? ഇതെല്ലാം കേട്ട് അനുസരിച്ച മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ പരിപൂർണമായ വിധേയത്വത്തിലൂടെ. അടുത്തത് എന്താണ്? പ്രപഞ്ചത്തോടുള്ള ബന്ധം. കടലിനെയും കാറ്റിനെയും ശാന്തമാക്കി, അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ അത് എല്ലാം പ്രപഞ്ചത്തോടുള്ള ബന്ധത്തെ പുനഃസ്ഥാപിക്കലാണ്. അപ്പം തന്നോട് തന്നെയുള്ള ബന്ധം, ദൈവം പറഞ്ഞ ദൈവത്തോട് പൂർണ്ണ വിശ്വസ്തയോടെ മാതാപിതാക്കളെ അനുസരിച്ചുകൊണ്ട് നിയമത്തിന് പരിപൂർണമായി വിധേയപ്പെട്ടുകൊണ്ട് എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് തന്നോട് തന്നെയുള്ള ബന്ധം പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് തന്നെ അവിടുന്ന് ജീവിച്ചു. അതെല്ലാം അനുരഞ്ജനം സാധ്യമാക്കി എന്നതിനെ സൂചിപ്പിക്കുന്നു. രണ്ടാമത്തതാണ് പാവപരിഹാരം. എന്താണ് പാവപരിഹാരം എന്ന് പറയുമ്പോൾ? കുരിശുമരണം. ആ കുരിശുമരണത്തിലൂടെ എങ്ങനെയാണ് ഈശോയുടെ കുരിശുമരണം സർവ്വ മനുഷ്യരെയും രക്ഷിച്ചത്? നമ്മുടെ പാപം എങ്ങനെ? സ്വന്തം ശരീരത്തിൽ വഹിച്ചു. അതെങ്ങനെ? നമ്മുടെ പാപത്തിന് വേണ്ടി പരിഹാരം ചെയ്തു. രക്തം ചിന്തി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ പറ്റില്ല. എല്ലാവരും അങ്ങനെ രക്ഷപ്പെടും. മനുഷ്യന്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ പറ്റില്ല, ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ദൈവം മനുഷ്യന്റെ പാപങ്ങൾക്ക് ദൈവം പരിഹാരം ചെയ്തു. അതെങ്ങനെ? അതിന്റെ ഒരു ലോജിക്കൽ എങ്ങനെയാന്നുള്ളത്? ലോജിക്കലോ? ബലിയർപ്പണം വഴി രക്തം ചിന്തി ലൈക്ക് പണ്ട് കാലത്ത് യഹൂദന്മാര് ആടിനെയും ബംഗാലിയൊക്കെ കൊന്നെടുത്ത് ഒരാളുടെ രക്തം ചിന്തിയതുകൊണ്ട് എങ്ങനെ രക്തം രക്ഷപ്പെടും? കൊണ്ടാണ് ഉടമ്പടി സ്ഥാപിക്കുക. ഉടമ്പടി എന്ന് പറയുന്നത്. അതെ. എൻ്റെ ഒരു ചോദ്യത്തിനോട് സിമ്പിളാണ്. എങ്ങനെയാണ് ഒരാൾ മരിച്ചാൽ രക്തം ചിന്തിയാൽ ബാക്കിയുള്ള ആൾക്കാർ രക്ഷപ്പെടുന്നത്? പാപി അല്ലാത്തതുകൊണ്ട്. മറ്റുള്ളവർ സ്വയം പാപിയല്ല, സ്വന്തം പാപത്തിന് വേണ്ടിയല്ല, മറ്റുള്ളവരുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് സ്വന്തം ശരീരത്തിൽ വഹിച്ച് നമുക്ക് വേണ്ടി പരിഹാരമായി. മറ്റൊരാളുടെ പാപത്തിന് വേണ്ടി പരിഹാരം ചെയ്ത് രക്ഷപ്പെടുവോ? നമ്മൾ ചെയ്താൽ രക്ഷപ്പെടില്ല, ദൈവമല്ലേ, ദൈവം ചെയ്താൽ രക്ഷപ്പെടും. പാപം ഏറ്റെടുക്കുകയാണ് കർത്താവ്. നമ്മളുടെ പാപങ്ങൾ അങ്ങ് ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി മരിച്ച് അതങ്ങോട്ട് അതിനുള്ള പരിഹാരം അങ്ങ് ചെയ്ത് ദൈവം സ്വയം ബലിയായി. വലിയ കോംപ്ലിക്കേഷൻ ഒന്നും അതിനകത്തില്ല. അതിനകത്തുള്ള ഒറ്റ കാര്യം എന്ന് പറയുന്നത്, ദൈവം പാപം ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ പാപം ചെയ്യാത്ത ഒരാളേ ഉള്ളൂ. ആര്? ദൈവം. ദൈവം മാത്രമേ ഉള്ളൂ. ആ ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണമെന്നാണ്. ആണ് ദൈവത്തിന്റെ നീതി. ഒരു തെറ്റും ചെയ്യാത്ത ഒരാൾ ശിക്ഷിക്കപ്പെട്ടത് വഴി എന്ത് സംഭവിച്ചു? തെറ്റ് ചെയ്ത വ്യക്തി രക്ഷപ്പെട്ടു. ആരൊക്കെ? നമ്മളെല്ലാരും കൂടെ ഒരാളെ കൊന്നെന്ന് വിചാരിക്കുക. എന്നിട്ട് ഒരു തെറ്റും ചെയ്യാത്ത ജോഷിയച്ചന്റെ കട്ടിലിന്റെ അടി കൊണ്ടുപോയി കത്തി വെച്ചു. പോലീസ് വന്ന് ജോഷിയച്ചനെ പിടിച്ചു, തൂക്കി കൊന്നു. ആ ജോഷിയച്ചന്റെ മരണം മൂലം ആരൊക്കെ രക്ഷപ്പെട്ടു? കൊന്നവരെല്ലാരും രക്ഷപ്പെട്ടു. നമ്മളെല്ലാം രക്ഷപ്പെട്ടു, അല്ലേ? ഇതാണ് ക്രിസ്തുവിന്റെ മരണം. പാപപരിഹാരം എന്ന് പറയുന്നത്, കുരിശുമരണം എന്ന് പറയുന്നത് അവൻ സ്വന്തം ശരീരത്തിൽ പാപത്തിന് പരിഹാരം ചെയ്തു എന്നാണ്. സ്വന്തം ശരീരത്തിൽ പാപത്തിന് മുഴുവൻ പരിഹാരം ചെയ്തുകൊണ്ട് പാപിയായ മനുഷ്യകുലത്തെ മുഴുവൻ വീണ്ടെടുത്തു. അതാണ് കുരിശുമരണം രക്ഷയുടെ അടയാളമാണ് എന്ന് സൂചിപ്പിക്കുന്നത്, പാപത്തിനുള്ള പരിഹാരം എന്ന് പറയുന്നത്. അപ്പം ഈശോയുടെ ആ കുരിശു മരണം ജനനത്തിലൂടെ അനുരഞ്ജനം സാധ്യമാക്കി ആരംഭിച്ചെങ്കിൽ, കുരിശു മരണത്തിലൂടെ അവിടുന്ന് മുഴുവനും പരിഹാരം ചെയ്തുകൊണ്ട് സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് എന്നേക്കുമായി എന്ത് ചെയ്തു? രക്ഷിച്ചു. കംപ്ലീറ്റ്
അവിടുന്ന് വിമോചനം പൂർത്തിയാക്കി എന്നുള്ളതാണ്. അതാണ് കുരിശ് മരണത്തിലൂടെ നമ്മൾ അവിടുത്തെ മരണത്തിലൂടെ നമ്മളുടെ ഓർമ്മപ്പെടുത്തുന്നതാണ്. മരണത്തിലൂടെ സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ വിമോചിപ്പിച്ചു, സ്വതന്ത്രരാക്കി എന്നുള്ളതാണ്. അപ്പൊ ഒന്ന് കുരിശുമരണം, ജനനം. എന്തിനാണ് ഉയർത്തെഴുന്നേറ്റെ? നമുക്ക് നിത്യരക്ഷയുണ്ട്. നമുക്ക് നമ്മള് മരിച്ചാൽ നമുക്ക് പിന്നെ നിത്യജീവൻ ഉണ്ടെന്ന് ദൈവം കാണിച്ചു ഉറപ്പ് തന്നു. തരാൻ വേണ്ടിയാണ് ഉയർത്തെഴുന്നേറ്റത്. അല്ല, അല്ലേ? ആ. നമുക്ക് രക്ഷയുണ്ടെന്നുള്ളത് കാണിച്ചു രക്ഷ എന്ന് പറയുന്നത് കുരിശുമരണത്തിലൂടെ അവിടെ നമ്മെ രക്ഷിച്ചു കഴിഞ്ഞു. അവിടുത്തെ മരണത്തിലൂടെ നമ്മെ പാപത്തിന്റെ, സാത്താന്റെ അടിമത്തിൽ നിന്ന് രക്ഷിച്ചു. ആ മരണം അതാണ്. ജ്ഞാനത്തെ നീതീകരണം എന്നാണ് വിളിക്കുന്നത്. കടം വീട്ടി, നമുക്കൊരു 1 കോടി രൂപ കടം ഉണ്ടെന്ന് വിചാരിക്കുക ജീവ ചേച്ചിക്ക്. അത് മുഴുവൻ വീട്ടി ബാങ്കിൽ കൊണ്ടുപോയി അടച്ചു കഴിഞ്ഞാൽ ബാങ്കുകാരൻ എന്ത് തരണം? ഒരു പേപ്പർ തരും. രസീത് എന്റെ തരണം. അത് കടമെല്ലാം മേടിച്ചില്ലെങ്കിലോ? വീട്ടിലും പറഞ്ഞു. ഞാൻ എൻ്റെ ഫാദറിന്റെ കടം ഈ കഴിഞ്ഞിടയ്ക്കാണ് ഞാൻ ലോൺ ഉണ്ടായിരുന്നത് ജപ്തിയായിട്ട് ഞാൻ അടച്ചത്. അപ്പം ഞാൻ ബാങ്കിൽ പോയില്ല, മാനേജരൊക്കെ ആധാരം കിട്ടും. അപ്പം ആധാരം കിട്ടും. എന്നോട് പറഞ്ഞു വന്നു കഴിഞ്ഞ് ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു ക്ലിയറൻസ് തരും. നമ്മുടെ കാറൊക്കെ അടച്ചു കഴിയുമ്പോ ഒരു പേപ്പർ തരുമല്ലോ. അതില്ലെങ്കിൽ അടുത്ത വില്ലേജിൽ നിന്ന് ആള് വരുമ്പോൾ നമ്മളിങ്ങനെ വായും പൊളിച്ചിരിക്കും. പിന്നെ നമ്മൾ അടയ്ക്കേണ്ടി വരും. അപ്പൊ ഈ ക്ലിയറൻസ്, കടം മുഴുവൻ വീട്ടി, ഇനി ഒരു കടവും ഇല്ലെന്ന് പ്രൂഫ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ടാണ് അവരെ കർത്താവ് എന്ന നാമത്തിലേക്ക് ഉയർത്തപ്പെടുന്നത്. കർത്താവ് കർമ്മം ക്രിയ എങ്കിൽ കർത്താവ് ആര്? പണ്ട് പഠിച്ചത് അല്ലെ? കർത്താവ് കർമ്മം ക്രിയ എങ്കിൽ കർത്താവ് ആരാ? കർത്താവ് ക്രിയ ചെയ്യുന്നവൻ കർത്താവ്. ആ ക്രിയ, പ്രവൃത്തി ചെയ്യുന്നത് ആരോ അവനാണ് കർത്താവ്. എന്ത് പ്രവൃത്തി ചെയ്തു ഈശോ? കടം വീട്ടി എന്ന് തെളിയിച്ചു. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, അവന് ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാകുമായിരുന്നു. നമുക്ക് പിന്നെ നിന്റെ കടം വീട്ടിൽ തെളിവ് എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ പറയാ, തെളിവെന്ന് പറയുന്നത് അവന്റെ ഉദ്ധാനമാണ്, ഉയർത്തെഴുന്നേറ്റതാണ്. അങ്ങനെ 40 ദിവസം അവൻ കൂടെ ആയതുകൊണ്ട് അപ്പസ്തലന്മാർ വന്ന് കാണടാ, നിങ്ങളുടെ എല്ലാ കടവും വീട്ടിയിട, ഇങ്ങനെ വായു പൊളിച്ച് നോക്കിയതാ, ആർക്കും കടമില്ലെന്ന് പോയി പറയടാ. ആണ് സുവിശേഷ പ്രഘോഷണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇതാണ്. നിങ്ങളുടെ കടം മുഴുവൻ വീട്ടി, നിങ്ങൾ കടക്കാരല്ല, സ്വതന്ത്രരാണ് എന്ന് അറിയിക്കുന്ന സത്യത്തെയാണ് സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവിന്റെ ഉദ്ധാനം എന്ന് പറയുന്നത് നീതീകരണമാണ്. അവിടെ സൗജന്യമായി നമ്മെ നീതീകരിച്ചു എന്നാണ് വിശുദ്ധീകരണം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഞാനതായി കഴിഞ്ഞ ആഴ്ച കേട്ട കാര്യം ഒന്നും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തി നമ്മുടെ വിശ്വാസപ്രത്യത്തിലേക്ക് വരുമ്പോഴാണ് അത് ക്ലിയർ ആവുന്നത്. അതുകൊണ്ടാണ് ഞാനത് പറയാൻ ശ്രമിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, ഈശോ എന്തിനാ സ്വർഗാരോഹണം ചെയ്തതെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവിനെ നൽകി സർവ്വ സമ്പത്തും തരാൻ വേണ്ടി. ഇനി കടക്കാരനായി ജീവിക്കരുത്, ആരുടെ മുമ്പിൽ കൈ നീട്ടരുത്. അതുകൊണ്ട് സ്വർഗാരോഹണം, അതുകൊണ്ടാണ് അവനെ മിശിഹ അല്ലെങ്കിൽ ക്രിസ്തു എന്ന് വിളിക്കുന്നത്. അപ്പം യേശു, കർത്താവ്, മിശിഹ അല്ലെങ്കിൽ ക്രിസ്തു, ഇതെല്ലാം കൂടെ വന്നപ്പോൾ കാര്യം മനസ്സിലായോ? നമ്മുടെ കർത്താവായ ഈശോ മിശിഹ അല്ലെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ അവിടുത്തെ ജനനവും രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും കുരിശു മരണവും ഉദ്ധാനവും സ്വർഗാരോഹണവും ആവുന്ന പെസഹ രഹസ്യത്തെ മുഴുവൻ സൂചിപ്പിക്കുന്നതാണ്. അതിലൂടെ നേടിത്തന്ന രക്ഷ നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഈ ആഴ്ചയിൽ നമ്മളൊന്ന് കാണാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പൊ ഏകദേശം ഒരു കാര്യം അങ്ങ് പിടികിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. കിട്ടിയാ? അടുത്ത ആഴ്ച ചോദിക്കുമ്പോൾ പറയാം. അടുത്ത ആഴ്ച ചോദിക്കുമ്പോൾ പറയാം അല്ലേ? അന്നേരം പിന്നെ റിവ്യൂ ചെയ്യേണ്ടി വരും. കുഴപ്പമില്ല. അടുത്ത ആഴ്ച ശുചി ഉണ്ടോ? അത്യാവശ്യം ശുഭ ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദ്യം പ്രതീക്ഷിച്ച് നമുക്ക് പരീക്ഷയൊക്കെ പഠിച്ചിട്ട് വരാം. അയ്യോ, ഇപ്പൊ ഞാൻ പറയാൻ തുടങ്ങുന്നു, മലയിലെ പ്രസംഗം പോലെയായിപ്പോ ഇത് ആർക്ക് ഗ്രഹിക്കാനാവുന്നും പറഞ്ഞ് ഞങ്ങൾ എല്ലാരും ഇറങ്ങി ഓടാൻ തുടങ്ങുമായിരുന്നു. എളുപ്പമായില്ലേ? പോയി എല്ലാരും ഉത്തരം മുട്ടിപ്പോയി. കുഴപ്പമില്ല. നമ്മൾ അങ്ങനെ ചോദിച്ചു പോകുന്നതല്ലോ. അപ്പം വിശ്വാസ പ്രത്യുത്തരം എന്താണ് എന്നുള്ളതിലേക്ക്, ഈ രക്ഷ സ്വന്തമാക്കാനായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ട വിശ്വാസത്തിന്റെ പ്രത്യുത്തരം എന്താണ്, വിശ്വാസം എന്താണെന്നുള്ളതാണ്. യേശു
മരിച്ച് ഉദ്ധാനം ചെയ്ത പിതാവിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി നമ്മെ രക്ഷിച്ചു കഴിഞ്ഞു. അതാണ് യഥാർത്ഥ സത്യം. അതുകൊണ്ട് അപ്പസ്തലന്മാർ പറഞ്ഞു, അപ്പസ്തലന്മാർ 4:12 ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പം യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും രക്ഷയ്ക്കായിട്ടില്ല എന്ന് പറയുമ്പോൾ സർവ്വ മനുഷ്യകുലത്തെയും വീണ്ടെടുത്ത അവിടുത്തെ ജനനവും കുരിശു മരണവും ഉദ്ധാനവും സ്വർഗാരോഹണവുമാകുന്ന തൻ്റെ പെസഹ രഹസ്യത്തിലൂടെ രക്ഷാകര പ്രവൃത്തിയിലൂടെ അവിടുന്ന് സർവ്വ മനുഷ്യകുലത്തിൻ്റെയും രക്ഷകനായി തീർന്നു എന്നുള്ളതാണ്. ഈ രക്ഷ സ്വന്തമാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1, ഈശോ മിശിഹായിൽ വിശ്വസിക്കണം. 2, പാവങ്ങളെക്കുറിച്ച് അനുദപിക്കണം. 3, മാനസാന്തരപ്പെടണം. 4, ഈശോയെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ഏറ്റുപറയണം. 4 കാര്യങ്ങളാണ് ഈ രക്ഷ സ്വന്തമാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത്. ഏതൊക്കെയാണ്? വെറുതെ ഒന്ന് പറഞ്ഞോ. ഈശോയിൽ ഈശോയിൽ വിശ്വസിക്കുക, വിശ്വസിക്കുക, പാപങ്ങളെക്കുറിച്ച് അനുദപിക്കുക, അനുദപിച്ച് മാനസാന്തരപ്പെട്ട് പാവങ്ങളെക്കുറിച്ച് അനുദപിക്കുക, വിശ്വസിക്കുക, മാനസാന്തരപ്പെടുക, ഈശോയെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ ഹൃദയത്തിൽ രക്ഷകനും സ്വീകരിച്ച് കർത്താവുമായി അതിനെ സ്വീകരിച്ച് ഏറ്റുപറയുക. അതരം കൊണ്ട് ഏറ്റുപറയുക. ഈ 4 കാര്യം നമ്മൾ ചെയ്യേണ്ട ഒരു പ്രത്യുത്തരത്തെ കുറിച്ചാണ്. നമ്മൾ വ്യക്തിപരമായി ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച്. 1, ഈശോ മിശിഹായിൽ വിശ്വസിക്കണം. അവൻ എനിക്ക് വേണ്ടി എൻ്റെ പാപത്തിന് പരിഹാരമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്നും കുരിശിൽ മരിച്ചതെന്നും ഉയർത്തതെന്നും സ്വർഗാരോഹണം ചെയ്തതെന്നും നമ്മൾ എന്ത് ചെയ്യണം? കണ്ണുമടച്ച് വിശ്വസിക്കണം. ആ വിശ്വാസത്തിൽ നിന്നാണ് അടുത്തത് പാപത്തെക്കുറിച്ചുള്ള അനുതാപം ഉണ്ടാകുന്നത്. ആ പാപത്തെക്കുറിച്ചുള്ള അനുതാപമാണ് മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ശൂബ്, തിരിച്ചു വരിക, ദൈവത്തിന്റെ പക്കലേക്ക് തിരിച്ചു വന്ന് അവൻ എൻ്റെ ജീവിതത്തിന്റെ കർത്താവായി സ്വീകരിച്ച് അവനെ ഏറ്റുപറയുമ്പോഴാണ് ഈ രക്ഷ സ്വന്തമാക്കാൻ കഴിയുക. അതൊന്ന് നമ്മളൊന്ന് കാണാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് വായിച്ചോളൂ. CCC 142, 143 എന്താണ് വിശ്വാസം എന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ്. കാലാകാലങ്ങളിൽ ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങളോടുള്ള മനുഷ്യന്റെ ഭാവാത്മകവും സ്വതന്ത്രവുമായ പ്രത്യുത്തരമാണ് വിശ്വാസം. എന്താണ് വിശ്വാസം? ദൈവം വെളിപ്പെടുത്തിയ കാര്യത്തോടുള്ള എൻ്റെ ഭാവാത്മകവും സ്വതന്ത്രവുമായ പ്രത്യുത്തരമാണ് വിശ്വാസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പൊ കട്ടൻ കാപ്പി വേണോ? വേണ്ട, ഉറക്കം വരികയല്ല. വേണ്ട, ഉറക്കം പോലും. അല്ലെ? അവൻ കട്ടൻ കാപ്പി വേണോ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള പ്രത്യുത്തരം എന്താ? വേണ്ട. യെസ് എന്നോ നോ എന്നാവോ? നോ എന്ന് പറഞ്ഞാൽ നോ, യെസ് എന്ന് പറഞ്ഞാൽ കിട്ടും, അല്ലെ? അല്ലെങ്കിൽ ഇപ്പൊ നല്ല എന്താ ആപ്പിള് വേണോ എന്ന് ചോദിച്ചു. അങ്ങനെ ദൈവം ചോദിക്കുന്ന ആ വെളിപ്പെടുത്തിയ സത്യത്തോടുള്ള എൻ്റെ വ്യക്തിപരമായ ഒരു പ്രത്യുത്തരമാണ് എന്ത്? വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ വളരെ വ്യക്തിപരമായ, ഞാൻ ഭാവാത്മകം എന്ന് പറയുന്നത് ഞാൻ സ്വതന്ത്രമായി എടുക്കുന്ന എൻ്റെ ഒരു തീരുമാനത്തിൽ നിന്നുള്ള ഒരു പ്രത്യുത്തരമാണത്. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 2:2 നമ്മൾ വായിക്കുന്നത്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്തു എന്ന് ദൈവം വെളിപ്പെടുത്തിയ കാര്യത്തോട് ഞാൻ യെസ് എന്ന ഏറ്റവും ക്രിയാത്മകമായി ഞാൻ പ്രതികരിക്കുന്ന, അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന എൻ്റെ പ്രത്യുത്തരമാണ് വിശ്വാസം എന്നുള്ളത്. CCC 166 കൂടെ വായിച്ചോ. വിശ്വാസം വ്യക്തിപരമായ ഒരു പ്രവൃത്തിയാണ്. സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ മുൻകൈ എടുക്കലിന് മനുഷ്യൻ നൽകുന്ന സ്വതന്ത്ര പ്രത്യുത്തരമാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ പോലെ ആവുന്നില്ലെങ്കിൽ എന്നൊക്കെ ഈശോ പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു പടത്തിൽ നമുക്ക് കാണാം. ഒരു കൊച്ചപ്പൻ്റെ അടുത്ത് വന്നിട്ട് ഇത് എന്താണ് എന്ന് ചോദിക്കുന്നൊരു ഭാഗമാണ്, അല്ലെ? അപ്പോൾ അത് ആ വളരെ നിഷ്കളങ്കതയോടെ കുഞ്ഞ് അത് കൊണ്ടുവന്ന് അപ്പനെ കാണിച്ച് ഇത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അപ്പൻ പറയുന്നത് കേൾക്കുന്നു, എന്നിട്ട് അതിനോടുള്ളൊരു പ്രത്യുത്തരമാണ്. അതാണ് വിശ്വാസം. വ്യക്തിപരമായ ഒരു പ്രവൃത്തിയാണ്. സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ മുൻകൈ എടുക്കലിന് മനുഷ്യൻ നൽകുന്ന സ്വതന്ത്രമായ ഒരു പ്രത്യുത്തരമാണ്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് വളരെ വ്യക്തിപരമായി നാം ഓരോരുത്തരും എടുക്കേണ്ട ചില കാര്യങ്ങളാണ് എന്ന് അവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ വിശ്വാസ പ്രത്യുത്തരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ക്രിസ്തു നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്തു എന്നുള്ള വലിയ കേൾവി.
അതാണല്ലോ നമ്മൾ കേൾക്കുന്നത്. യേശുക്രിസ്തു നിന്റെ പാപത്തിന് പരിഹാരം ചെയ്തു, നിന്നെ വീണ്ടെടുത്തു, നിന്നെ രക്ഷിച്ചു. അതിനോടുള്ള എൻ്റെ പ്രത്യുത്തരം എന്താണ്? അത് സംഖ്യ 5:5-6 നമ്മൾ വായിക്കുന്നത് എന്താണ്? കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, ഒരു പുരുഷനോ സ്ത്രീയോ മനുഷ്യ സഹജമായ ഏതെങ്കിലും തെറ്റ് ചെയ്ത് കർത്താവിനോടുള്ള വിശ്വസ്തത ലംഘിച്ചാൽ തന്റെ തെറ്റ് ഏറ്റുപറയണം. എന്താണ് ദൈവം പറയുന്നത്? നീ തെറ്റ് ചെയ്താൽ ഏറ്റുപറയണം. അവിശ്വസ്തനായാൽ, കർത്താവിനോടുള്ള വിശ്വസ്തത ലംഘിച്ചാൽ ആ തെറ്റെല്ലാം ഏറ്റുപറയണം. അപ്പം വിശ്വാസ പ്രത്യുത്തരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ തെറ്റുകൾ, നമ്മുടെ ജീവിതത്തിൽ വന്ന വീഴ്ചകൾ, ബലഹീനതകൾ എല്ലാം ഏറ്റുപറയുക എന്നുള്ളത് വിശുദ്ധ ഗ്രന്ഥം ആരംഭം മുതൽ, വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആരംഭം മുതൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ഭാഗമാണ്. ഈ പാവങ്ങൾ ഏറ്റുപറയണമെന്ന് പറയുമ്പോൾ നമ്മൾ 8 മേഖലകളെ ഒന്ന് ആത്മപരിശോധനയ്ക്കായിട്ട്, ആത്മശോധനയ്ക്കായിട്ട് നമ്മൾ കണ്ടെത്തുന്ന മൂലപാവങ്ങൾ, ദൈവപ്രമാണങ്ങൾ, തിരുസഭയുടെ കൽപ്പനകൾ, ബന്ധങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, താലന്തുകൾ, പുതിയ പ്രമാണം, ദൗത്യം. അപ്പം യേശുക്രിസ്തുവിന്റെ രക്ഷ സ്വന്തമാക്കാൻ നമ്മൾ ഒറ്റവാക്കി പറഞ്ഞ നല്ലൊരു കുമ്പസാരം നടത്തണം എന്നാണ്. അങ്ങനെ നമ്മൾ ആ കുമ്പസാരത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഒരാഴ്ചയുള്ള കുമ്പസാരമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ വരുന്ന വീഴ്ചകളും തെറ്റുകളും പാപങ്ങളും എല്ലാം ഏറ്റുപറയുന്നതിൻ്റെ ആഴവും വ്യാപ്തിയും അനുസരിച്ചാണ് ക്രിസ്തുവിന്റെ രക്ഷ നമുക്ക് ആഴത്തിൽ അനുഭവിക്കാനായിട്ട് പറ്റുക. ഈ 8 മേഖലകളെ നമ്മൾ ഇവിടെ ഒന്ന് ഓടിച്ച് കണ്ട് നമുക്ക് പോകാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒന്ന്, മൂലപാവങ്ങൾ ഏതൊക്കെയാണ്? അഹങ്കാരം, ഉം. അഹങ്കാരം, ദ്രവ്യാഗ്രഹം, ദ്രവ്യാഗ്രഹം, മോഹം, ദ്രവ്യാഗ്രഹം, കോപം, കൊതി, മോഹം, അസൂയ, കോപം, അലസത. കൊതി, അസൂയ, അലസത. ഒക്കെ ഈ 8 കാര്യങ്ങളാണ് മൂലപാവങ്ങൾ എന്ന് പറയുന്നത്. ആ മൂലപുണ്യങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആണ്. എളിമ, ഔദാര്യം, അടക്കം, ക്ഷമ, മിതഭോജനം, ഉത്സാഹം. ഇതാണ് 8 മൂലപുണ്യങ്ങളെ കുറിച്ച് കാണുക. അപ്പൊ ഒന്ന്, നമ്മളിൽ അഹങ്കാരമുണ്ട്. പ്രഭാഷകൻ 10:12 വായിക്കാമോ? ഞാനത് ഇവിടെ വലുതാക്കി ഇട്ടിട്ടില്ല എളുപ്പത്തിനായിട്ട്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചു. പ്രഭാഷകൻ 10:12 എന്താ പറയണേ? അഹങ്കാരം തുടങ്ങുമ്പോൾ 10:12 അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു, ഹൃദയം അവന്റെ സൃഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു. അഹങ്കാരത്തെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, അഹങ്കാരം തുടങ്ങുമ്പോൾ, അഹങ്കാരം എന്താ നമുക്കറിയാലോ അല്ലെ? ഞാനെന്ന നമുക്ക് പാവം. ഉള്ള സാധനം, ആർക്കും ഇല്ലാത്ത കാര്യമാണെന്നുള്ളതാണ്. എല്ലാവർക്കും ഉള്ള സാധനം. അതൊന്ന്, എളിമയില്ലാത്ത ജീവിതം. എന്താണ് എളിമ? മറ്റുള്ളവരെ അവരായിരിക്കുന്ന വിധത്തിൽ അംഗീകരിക്കാൻ കഴിയൽ, അവരെ ആയിരിക്കുന്ന വിധത്തിൽ സ്നേഹിക്കാൻ കഴിയൽ, അവർക്ക് ആവശ്യമുള്ളത് നൽകാൻ കഴിയൽ. അങ്ങനെ എളിമ എന്ന് പറയുന്നത് എന്നേക്കാൾ മേന്മയായിട്ട്, എന്നേക്കാൾ നന്മയുള്ളവരായിട്ട്, എന്നേക്കാൾ ഏറ്റവും നല്ലവരായിട്ട് ബാക്കി എല്ലാറ്റിനെയും കാണാൻ കഴിയുന്നതിലേക്കുള്ള ഒരു വളർച്ച എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം, എളിമ എന്ന് പറയുന്നത്. അപ്പൊ ഈ നമ്മുടെ എല്ലാം ഉള്ളിൽ അഹങ്കാരമുണ്ട്. നമ്മുടെ നോട്ടത്തിലാവാം, ഭാവത്തിലാവാം, പെരുമാറ്റത്തിലാവാം, അല്ലെ? നമ്മൾ ചിലപ്പോൾ നമ്മളോട് ചോദിക്കുമ്പോൾ, വീട്ടിൽ നിന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ ഒന്ന് മൂളിയാൽ മതി, ആ മൂളലിൽ നമുക്കറിയാം ആണ് ഉദ്ദേശിച്ചതെന്ന്. അല്ലെങ്കിൽ നോട്ടം മതി, ആ നോട്ടം കണ്ടപ്പോൾ എല്ലാം മനസ്സിലായെന്ന് പറയാറില്ലേ? ആ നടപ്പ് കണ്ടപ്പോൾ മനസ്സിലായി എന്താ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മുടെ ബോഡി ലാംഗ്വേജിലൂടെയൊക്കെ എല്ലാവിധത്തിലുള്ള അഹങ്കാരവും നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട്. അപ്പൊ ഈ അഹങ്കാരം എത്രമാത്രം ഉണ്ട്, ഏതൊക്കെ വിധത്തിലാണ് എന്ന് കണ്ടെത്തുകയും അത് ആഴത്തിൽ മനസ്സിലാക്കി ഏറ്റുപറയുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് എളിമയുള്ള ജീവിതത്തിലേക്ക് നാം വളർന്നു വരിക. അടുത്തത് ദ്രവ്യാഗ്രഹം, അതിന്റെ ഓപ്പോസിറ്റാണ് ഔദാര്യം. 1 തിമോത്തിയോസ് 6:10 വായിച്ചോ. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യതകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്തുവാനും ഇടയായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒന്ന്, ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത് സമ്പത്തിനോടുള്ള ഒരു ആസക്തിയെ കുറിച്ച് മാത്രമല്ല, മറിച്ച് ഔദാര്യമില്ലാത്ത ജീവിതത്തെ കുറിച്ച് മുഴുവനാണ്. നമുക്ക് ഔദാര്യം എന്ന് പറയുന്നത് കൊടുക്കാൻ, എല്ലാം നൽകാൻ കഴിയുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഭാവത്തിലേക്ക് നമുക്ക് വളരാൻ ക്രിസ്തു അതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുക. അവന്റെ അവസാന തുള്ളി രക്തവും ജലവും വരെ നൽകി എന്നുള്ളത് ഔദാര്യമാണ്. ദ്രവ്യാഗ്രഹം എന്നാണ് എല്ലാം പിടിച്ചു വെക്കാനുള്ള, എല്ലാം സ്വന്തമെന്ന് കരുതാനുള്ള, ഒന്നും ആർക്കും കൊടുക്കാതിരിക്കാനുള്ള, ആരെയും കാണിക്കാതിരിക്കാനുള്ള, ആരും അറിയാതിരിക്കാനുള്ള വലിയൊരു ആഗ്രഹത്തെയാണ് ദ്രവ്യാഗ്രഹം എന്ന് പറയാം. സമ്പത്ത് അതിൽ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ദ്രവ്യാഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മുടേതായ ധാരാളം കാര്യങ്ങൾ
ആരും അറിയാതെ സ്വന്തമാക്കി വെക്കാനുള്ള, എൻ്റേതെന്ന് മാത്രം കരുതാനുള്ള, ഒന്നും കളയാതിരിക്കാനുള്ള, ഒന്നും കൊടുക്കാതിരിക്കാനുള്ള വലിയൊരു വ്യഗ്രത നമ്മളിലുണ്ട്. ശരിയല്ലേ? ഉം. Yes. എല്ലാം നമ്മുടെ വീട്ടിലാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതം. അപ്പോൾ ഒന്ന് ഈ ഔദാര്യ ബോധത്തിലേക്കുള്ള വളർച്ച, അതിന് വേണമെങ്കിൽ അങ്ങനെ കാണുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എല്ലാം എൻ്റെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതലുള്ളത് എല്ലാം, എൻ്റെ അറിവാവട്ടെ, എൻ്റെ കഴിവുകളാവട്ടെ, എൻ്റെ സമ്പത്താവട്ടെ, പച്ചക്കറി ആവട്ടെ, അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ളത് എന്തും ആവശ്യക്കാരന് കൊടുക്കാൻ കഴിയുന്നതിലേക്കുള്ള വളർച്ച. അങ്ങനെ വളരാതിരിക്കുന്ന ജീവിതത്തിൻ്റെ വലിയൊരു മേഖല നമുക്കെല്ലാം ഉണ്ട്. എല്ലാം സ്വരുക്കൂട്ടാൻ, എല്ലാം പിടിച്ചു വെക്കാൻ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതലുള്ള പൊട്ട്, ചീപ്പ്, കണ്ണാടി, അല്ലെ വള, അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്ടംപോലെ സാധനം, ഇഷ്ടംപോലെ പാത്രങ്ങൾ, ഇഷ്ടംപോലെ ഡ്രസ്സുകൾ, ഇഷ്ടംപോലെ സാധന സാമഗ്രികൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൂട്ടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. Collect ചെയ്ത് ആർക്കും ഇല്ല. വെച്ചിരിക്കുകയാണ്. ഒന്നും ശരിയാവൂലെന്ന് പറഞ്ഞല്ലേ. അപ്പൊ അത് നമ്മൾ കണ്ടെത്തിയിട്ട് അത് കൊടുക്കാൻ കഴിയുന്നതിലേക്കുള്ള അതായത് ദൈവരാജ്യം നമ്മളിൽ വളരുന്നു എന്ന് പറയുമ്പോൾ ഒന്നും പിടിച്ചു വെക്കാതിരിക്കുന്നതിലേക്കുള്ള ജീവിതത്തിന്റെ വലിയ വളർച്ച എന്നൊക്കെ പറയാം. ഈ മൂലപാപത്തിൽ നിന്ന് മൂലപുണ്യത്തിലേക്കുള്ള വളർച്ചയിലാണ് ഈ ദൈവരാജ്യം നമ്മളിൽ വളരുന്നു എന്ന് പറയുക. അടുത്തത് മോഹമാണ്. യാക്കോബ് 1:15. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. അവിടെ ഒന്ന് അടക്ക ഒതുക്കത്തോടെ അല്ലാത്ത ജീവിതം. ഇത് ലൈംഗികതയുമായി ബന്ധപ്പെട്ടാണ് ഈ മോഹത്തെ അവിടുന്ന് സൂചിപ്പിക്കുന്നത്. ജഡിക താല്പര്യത്തെ, ജഡിക സുഖത്തെ, ജഡിക മോഹത്തെ ഒക്കെ നമ്മുടെ ജഡത്തോടുള്ള, നമ്മുടെ ശരീരത്തിന്റെ സുഖത്തോടും താല്പര്യത്തോടും ഒക്കെയുള്ള എല്ലാ കാര്യത്തും അടക്ക ഒതുക്കത്തോടെ ജീവിക്കണം. ശരീരത്തിന് സുഖം കിട്ടുന്നതൊക്കെ ചെയ്യാനുള്ള ഒരു പ്രവണത നമുക്കുണ്ട്. ശരീരത്തിന് ആഗ്രഹമുള്ളതെല്ലാം കൊടുക്കാനുള്ള വലിയൊരു പ്രവണതയുണ്ട്. അവിടെ അടക്ക ഒതുക്കത്തോടെ, നമ്മൾ കുഞ്ഞുങ്ങളോടൊക്കെ പണ്ട് പറയാറുണ്ട്, ഇപ്പോൾ ഉണ്ടോന്ന് അറിയില്ല, അടക്ക ഒതുക്കത്തോടെ ജീവിക്കണം എന്നൊക്കെ പറയുന്നത് നമുക്ക് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ, നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും വിചാരങ്ങളെയും ഒക്കെ നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് സുഖം കിട്ടുന്നതിലേക്കൊക്കെ പോകാതിരിക്കാനായിട്ടുള്ള ഒരിതാണ്. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഈ ഒരു മോഹം, ജഡത്തിനെ തൃപ്തിപ്പെടുത്താനുള്ള, അവന് സുഖവും സന്തോഷവും കിട്ടുന്ന, ശരീരത്തിന് സുഖവും സന്തോഷവും കിട്ടുന്നതൊക്കെ ചെയ്യാനുള്ള പ്രവണത നമുക്കുണ്ട്. പിന്നെ ലൈംഗികതയുമായിട്ട്, മറ്റ് വസ്തുക്കളുമായിട്ടൊക്കെ നമുക്കതിനെ സൂചിപ്പിക്കാവുന്നതാണ്. അടുത്തത് നമുക്ക് എല്ലാവർക്കും ഉള്ളതും ഇല്ലാത്തതുമായ കാര്യമാണ് കോപം. എഫെസസ് 4:26-27 നമുക്കറിയാവുന്ന ദൈവവചനമാണല്ലോ. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു പോകാതിരിക്കട്ടെ. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. കോപം എന്ന് പറഞ്ഞാൽ ക്ഷമ, ക്ഷമിക്കുക എന്ന. ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താണാവോ? ക്ഷമ എന്ന് പറഞ്ഞാൽ ക്ഷമ, വിട്ടുവീഴ്ച. ക്ഷമയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഹീബ്രു വാക്ക് മാക്രോത്തൊമൈ എന്നാണ്. മാക്രോത്തൊമൈ എന്ന ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനർത്ഥം വികാരപരമായി പെരുമാറാതിരിക്കുകയും അന്യന് ദ്രോഹം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഗുണത്തെയാണ്. വികാരപരമായി പെരുമാറുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ അല്ലെ. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഒരാൾ പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് വികാരപരമായി എന്ത് ചെയ്യും? അടി കൊടുക്കും. അടി കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ അടി കൊടുക്കാൻ പറ്റുന്നത് നോക്കാൻ പറ്റുന്നത് പല രീതിയിലായിരിക്കും. അങ്ങനെ വികാരപരമായി പെരുമാറാതിരിക്കുക. നമുക്കിപ്പോൾ ഇഷ്ടമുള്ള സാധനമൊക്കെ കൂടി മേടിച്ചുകൊണ്ട് വന്ന ഭയങ്കര സ്നേഹവും വാത്സല്യവും ഇഷ്ടവും ഒക്കെ ഉള്ള ഒരാൾ വന്ന് നമ്മൾ എന്ത് ചെയ്യും? കഴിച്ച മോനെന്നും പറഞ്ഞ് കഴിപ്പിക്കും. കഴിക്കുകയും കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയും ഒക്കെ ചെയ്യുക. ഒട്ടും ഇഷ്ടമില്ലാത്ത ആൾ വന്നാലോ മൈൻഡ് ചെയ്യല്ല. അപ്പൊ ഈ ക്ഷമ, അതായത് വികാരപരമായി അതേപോലെ പ്രതികരിക്കാതിരിക്കുകയും അന്യന് ദ്രോഹം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഗുണത്തെയാണ് ക്ഷമ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ കോപം നമ്മൾ എത്രമാത്രം ഉണ്ട്, നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ എത്രമാത്രം റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ക്രിസ്തുവിന്റെ ജീവിതത്തെ മുഴുവൻ എടുത്തു വെച്ച് നോക്കുമ്പോൾ ഇതിനെ നമുക്ക് കാണാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. തന്നെ കുന്തം കൊണ്ട് കുത്തുന്നതും മുൾക്കിരീടം ധരിപ്പിക്കുന്നതും അതേപോലെ റിയാക്ട് ചെയ്യാതിരിക്കുന്ന, അവന് ദ്രോഹം ഉണ്ടാകാതിരിക്കുന്ന, അവന് സൗഖ്യം നൽകുന്ന അല്ലെങ്കിൽ സന്തോഷം നൽകുന്നത് തിരിച്ചു നൽകുന്ന ഒരു വ്യക്തിത്വത്തിന്റെ സ്വഭാവ ഗുണത്തെ ക്രിസ്തുവിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു അർത്ഥത്തിൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഈ ഒരു കോപത്തിന്റെ മേഖലകളെ കണ്ടെത്തുക. അടുത്തത് കൊതി അല്ലെങ്കിൽ മിതഭോജനം. പ്രഭാഷകൻ 23:6.
അമിതമായ ആഹാരപ്രിയമോ ഭോഗാസക്തിയോ എന്നെ കീഴടക്കാതിരിക്കട്ടെ. ഒന്ന് നിർലജ്ജമായ വികാരങ്ങൾക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. ഒന്ന് മിതഭോജനം. എല്ലാം വാങ്ങിക്കൂട്ടുന്ന, എല്ലാം എത്ര കഴിച്ചാലും മതി വരാത്ത, അല്ല എല്ലാത്തിനെയും വസ്തുക്കളോടും സാഹചര്യങ്ങളോടും എല്ലാറ്റിനോടുമുള്ള നമ്മുടെ കൊതി. പുതിയ ഒരു വണ്ടി കാണുമ്പോഴാവാം, മൊബൈൽ ഫോൺ കാണുമ്പോഴാവാം, സാരി കാണുമ്പോഴാവാം, ഷർട്ട് കാണുമ്പോഴാവാം, ഇയർഫോൺ കാണുമ്പോഴാവാം, അങ്ങനെ എല്ലാം കാണുമ്പോൾ നമുക്കെല്ലാം വാങ്ങിക്കൂട്ടാനുള്ള വലിയൊരു കൊതി. നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഉപയോഗിക്കുന്നത്, വേണ്ടത് മാത്രത്തിലേക്ക് ചുരുക്കപ്പെടുന്ന മിതഭോജനം, അത് നമ്മൾ എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ ഒന്ന് പരിശോധിക്കണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്തത് ഉപവി, അല്ല അസൂയ. സുഭാഷിതം 14:30. 14:30. പ്രശാന്തമായ മനസ്സ് ശരീരത്തിന് ഉന്മേഷം നൽകുന്നു. അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു. അസൂയ എന്താണ്? എല്ലാറ്റിലും കുറ്റം കാണാനുള്ള ശ്രമം. അതിന് വേറെന്തോ വാക്കൊക്കെ ഉപയോഗിക്കുമല്ലേ. അപ്പം എല്ലാറ്റിലും നന്മ കാണാൻ, ഉപവി അതാണ്, എല്ലാറ്റിലും നന്മ കാണാൻ കഴിയുന്ന, എല്ലാം നല്ലതെന്ന് കരുതുന്ന, ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രയാസങ്ങൾ പോലും നല്ലതാണെന്ന്, ദുരിതങ്ങൾ പോലും നല്ലതാണ്, ദുരിതങ്ങൾ എനിക്ക് ഉപകാരപ്രദമായി എന്ന വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള എല്ലാറ്റിനെയും നന്മയായി കാണാൻ കഴിയുന്ന, അല്ലെങ്കിൽ മറിച്ച് എല്ലാറ്റിനെയും കുറ്റങ്ങൾ കണ്ടെത്തുന്ന, കുറവുകൾ കണ്ടെത്തുന്ന നമ്മുടെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഭാഗമുണ്ട്. അത് നമ്മൾ കണ്ടെത്തണമെന്നാണ്. അലസത നമുക്ക് ആർക്കും ഇല്ലാത്ത കാര്യമാണ്. അലസത, ഉത്സാഹം. പ്രഭാഷണം 22:1. ചെളിയിൽ പൂണ്ട കല്ല് പോലെയാണ് അലസൻ, അവന്റെ നിന്ദ്യാവസ്ഥയെ എല്ലാവരും പരിഹസിക്കുന്നു. ഉത്സാഹമില്ലാത്ത ജീവിതം അലസതയാണ്. എന്താണ് അലസത? എല്ലാം കുറച്ചും കൂടെ കഴിയട്ടെ, നാളെ ആവട്ടെ, പിന്നെ ആവട്ടെ, ഇച്ചിരി കൂടെ കഴിയട്ടെ എന്നുള്ള വലിയ ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ട്, അല്ലേ? ഇപ്പോൾ സൂമിൽ കയറാൻ നേരത്താണെങ്കിൽ 2 മിനിറ്റ് കഴിയട്ടെ, അതിൻ്റെ കയറാം, കുറച്ചും കൂടെ കഴിയട്ടെ, ആ വീഡിയോ ഓണാക്കണ്ട, പിന്നെ ആവട്ടെ, പറയണ്ട. ഇങ്ങനെ എല്ലാറ്റിനുമുള്ളൊരു അലസതയുടെ ഭാവം നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ മൂലഭാവങ്ങളെ ആഴത്തിൽ നമ്മൾ കണ്ടെത്തി പരിശോധിച്ച് ഏറ്റുപറയുന്നതിൻ്റെ ആഴവും വ്യാപ്തിയും അനുസരിച്ചാണ് ക്രിസ്തുവിൻ്റെ രക്ഷ വ്യക്തിപരമായി നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ അനുഭവിക്കാനായിട്ട് നമുക്ക് കഴിയുക എന്നുള്ളതാണ്. അടുത്ത ദൈവപ്രമാണങ്ങൾ, 10 കൽപ്പനകൾ. നമുക്കറിയാം, ആദ്യത്തെ 3 കൽപ്പനകൾ ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. 4 മുതൽ 10 വരെയുള്ള കൽപ്പനകൾ ഞാനും മറ്റു മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് വിശദമായി ഞാൻ പറയേണ്ട കാര്യമില്ല, നമ്മൾ കേട്ട് മടുത്തിരിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് ഈ ദൈവകൽപ്പനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാണ് നാം അനുവർത്തിക്കുന്നത്, എപ്രകാരമാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് എന്ന് ആഴത്തിൽ കണ്ടെത്തി അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുള്ള, അതാ പറയുന്നത്, ഒരു കൽപ്പന ലംഘിച്ചാൽ എല്ലാം ലംഘിച്ചു എന്നാണ്, ഒന്ന് തെറ്റിച്ചാൽ എല്ലാം തെറ്റിച്ചു എന്നാണ് പറയുന്നത്. അപ്പം അതിനെ എല്ലാം ഒന്ന് കണ്ടെത്തിയിട്ട് പരിശോധിച്ചിട്ട് ഏറ്റുപറയുന്നതാണ് വിശ്വാസ പ്രത്യുത്തരം എന്ന് പറയുന്നത്. തിരുസഭയുടെ കൽപ്പനകൾ നമുക്കറിയാം. തിരുസഭയുടെ കൽപ്പനകൾ നമ്മൾ എപ്രകാരമാണ് ആചരിക്കുന്നത്, അനുസരിക്കുന്നത്, അതിനോടുള്ള നമ്മുടെ മനോഭാവവും നമ്മുടെ പ്രവർത്തനങ്ങളും ഒക്കെ എപ്രകാരമാണ്, അതിൽ വന്നുപോയിട്ടുള്ള വീഴ്ചകളും തെറ്റുകളും ഒക്കെ നമ്മൾ ഏറ്റുപറയുക എന്നുള്ളതാണ് തിരുസഭയുടെ കൽപ്പനകൾ 5 നമുക്കറിയാവുന്ന കാര്യമാണ്. അതിനെക്കുറിച്ചും വിശദമായി ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല, പോകേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? അടുത്തതിലേക്ക് പോട്ടെ. അടുത്തത് ബന്ധങ്ങളാണ്. 4 ബന്ധങ്ങളെ നമ്മൾ ആഴത്തിൽ ഒന്ന് പരിശോധിക്കണം സംസാരിക്കാനായിട്ട്, പാവങ്ങൾ ഏറ്റു പറയാൻ. ഒന്ന്, ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ്? ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? എനിക്ക് എന്നോട് തന്നെയുള്ള ബന്ധം എങ്ങനെയാണ്? എനിക്ക് മറ്റെല്ലാ മനുഷ്യരോടുമുള്ള ബന്ധം എങ്ങനെയാണ്? ജീവജാലങ്ങളോടുള്ള ബന്ധം എങ്ങനെയാണ്? ഈ 4 ബന്ധങ്ങളെയും ആഴത്തിലുള്ള ഒരു ആത്മപരിശോധന നടത്തി അതിനെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സംസാരിക്കാനായിട്ട് പോകാൻ എന്നാണ് പാവങ്ങൾ ഏറ്റു പറയാൻ. ദൈവത്തോടുള്ള ദൈവം ഞാൻ ചോദിക്കുന്നതൊക്കെ തരാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണോ എൻ്റെ ചിന്ത? അതോ ദൈവം ക്രൂരനായ ഒരു അപ്പനായിട്ടാണോ എൻ്റെ മനസ്സിലുള്ള തോന്നൽ? ദൈവത്തോടുള്ള എൻ്റെ ബന്ധം എങ്ങനെയാണ്? ആരും പറയാൻ ഞാൻ പ്രാർത്ഥിക്കുകയും ദൈവവചനം വായിക്കുകയും ദൈവം പറഞ്ഞ കാര്യം അനുസരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവത്തോടുള്ള ബന്ധം, ഒരപ്പനോട് മകനുള്ള ബന്ധം എന്താണ് എന്നതിനെ ആശ്രയിക്കുന്നത് അപ്പൻ്റെ വാക്കുകൾ അനുസരിച്ച് ജീവിക്കുന്നതാണെന്ന് പറയുന്ന പോലെ തന്നെയാണ്. അപ്പം ദൈവത്തോടുള്ള എൻ്റെ ബന്ധം എങ്ങനെയാണ്?
എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയാവാം, ദൈവവചനമാവാം, ഉപവാസമാവാം, പ്രാർത്ഥനയാവാം, പരിത്യാഗങ്ങളാവാം. ഇതൊക്കെ ആരും പറയാതെ എനിക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന സ്നേഹത്തോടെ ഞാൻ നിർവഹിക്കുന്നുണ്ടോ? അതോ ഭയത്തോടും ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ ദൈവം എന്നെ ശിക്ഷിക്കുമെന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇത് ചെയ്യുന്നത്? നമ്മുടെ എല്ലാ ചിന്തകളെയും അപ്രകാരം ഒന്ന് നോക്കണം. തന്നോട് തന്നെയുള്ള ബന്ധം. എനിക്ക് എന്നോട് ബഹുമാനമുണ്ടോ? എന്നോട് ആദരവുണ്ടോ? എന്നോട് പരിഗണനയുണ്ടോ? എനിക്ക് എന്നെ ഇഷ്ടമാണോ? അങ്ങനത്തെ 1000 ചോദ്യങ്ങൾ അവിടെയുണ്ട്. മറ്റുള്ളവരോടുള്ള ബന്ധം എങ്ങനെയാണ്? അവരോടുള്ള പെരുമാറ്റം, അവരോടുള്ള സംസാരം, അവരോടുള്ള ഇടപെടൽ, അവരോടുള്ള എൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? ജീവജാലങ്ങളോട്, പ്രപഞ്ചത്തെ, ഫ്രാൻസിസ് അസിസി പറയുന്ന പോലെ പ്രപഞ്ചത്തെ മുഴുവൻ എൻ്റെ സഹോദരങ്ങളായി കാണാനും അതിനെ സ്നേഹത്തോടെ അതിനെ ശുശ്രൂഷിക്കാനും അത് എൻ്റെ ഭാഗമാണെന്നുള്ള തിരിച്ചറിവിൽ അതിനെ പരിചരിക്കാനും ഒക്കെ നമുക്കാവുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. 4 ബന്ധങ്ങളെ അങ്ങനെ നമ്മളൊന്ന് കാണണം. അടുത്ത എൻ്റെ ഉത്തരവാദിത്വങ്ങളുടെ മേഖലയാണ്. എൻ്റെ കുടുംബത്തിൽ, സഭയിൽ, സമൂഹത്തിൽ എൻ്റെ ഉത്തരവാദിത്വങ്ങൾ ഞങ്ങൾ എപ്രകാരമാണ് നിർവഹിക്കുക? എൻ്റെ കുടുംബത്തിലെ അപ്പൻ എന്ന നിലയിൽ, മകൻ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ, സഹോദരൻ എന്ന നിലയിലൊക്കെയുള്ള എൻ്റെ ബന്ധം എപ്രകാരം ഞാൻ നിർവഹിക്കുന്നു? എൻ്റെ സഭയിൽ, എൻ്റെ ഇടവക ജീവിതത്തിൽ, എൻ്റെ സഭയിലുള്ള എൻ്റെ ബന്ധങ്ങൾ എങ്ങനെയാണ്? അച്ഛനോടും സിസ്റ്റേഴ്സിനോടും ഇടവകയിലെ മറ്റ് ജനത്തോടും, അതല്ല എൻ്റെ കുടുംബമാണ്. എൻ്റെ സഹോദരങ്ങളോടൊക്കെ ഉള്ള ബന്ധം എങ്ങനെയാണ്? എൻ്റെ ഉത്തരവാദിത്തങ്ങൾ, സഭയുടെ ഉത്തരവാദിത്തങ്ങൾ എപ്രകാരം ഞാൻ നിർവഹിക്കുന്നു? എൻ്റെ സമൂഹത്തിൽ, എൻ്റെ സാമൂഹികപരമായ ജീവിതത്തിൽ എൻ്റെ ചുറ്റുപാടുമുള്ള മനുഷ്യരോടുള്ള ബന്ധം എങ്ങനെയാണ്? അവരോടുള്ള ഇടപെടൽ എങ്ങനെയാണ്? അതിലൊക്കെ വന്നുപോയിട്ടുള്ള വീഴ്ചകൾ, പരാജയങ്ങൾ, തെറ്റുകളൊക്കെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അടുത്ത എൻ്റെ താലന്തുകൾ, എൻ്റെ കഴിവുകൾ, എൻ്റെ സമ്പത്ത്, ആരോഗ്യം, സമയം, സ്വാധീനം, അറിവെന്നൊക്കെ പറയുന്ന എൻ്റെ എല്ലാ താലന്തുകളും, എല്ലാ കഴിവുകളും എനിക്ക് ദൈവം തന്നിട്ടുള്ളതെല്ലാം എപ്രകാരമാണ് ഞാൻ വിനിയോഗിക്കുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടിയാണോ? എനിക്ക് വേണ്ടിയാണോ? അത് ഉപയോഗിക്കാതെ അത് ഒരു താലന്ത് നൽകപ്പെട്ടവൻ കുഴിച്ചിട്ടതുപോലെ അതെല്ലാം കുഴിച്ചിടുകയാണോ? ഒന്നുള്ളത് 2 ആക്കാനുള്ള പരിശ്രമമുണ്ടോ? 2 4 ആക്കാനുള്ള പരിശ്രമമുണ്ടോ? 4 8 ആക്കാനുള്ള പരിശ്രമമുണ്ടോ? 2 4 ആകുമ്പോൾ ആ 4 വീണ്ടും 8 ആക്കാനും 8 16 ആക്കാനും 16 32 ആക്കാനുമുള്ള നിരന്തരമായ ഒരു പരിശ്രമത്തിന്റെ ഭാഗമുണ്ടോ? എല്ലാ താലന്തുകളെയും കഴിവുകളെയും നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ദൈവം നൽകിയിരിക്കുന്ന എല്ലാ കഴിവുകളെയും കണ്ടെത്തുന്നതിന്, വളർത്തുന്നതിന്, പ്രോത്സാഹിപ്പിക്കുന്നതിന്, മറ്റുള്ളവരെയും അവരുടെ കഴിവുകളും എല്ലാം വളർത്തിയെടുക്കുന്നതിന് നമ്മൾ എപ്രകാരം ഞാൻ ശ്രമിക്കുന്നു? അതിൽ വന്നുപോയ വീഴ്ചകളെയും കുറവുകളെയും എല്ലാം കണ്ടെത്തണമെന്ന് സൂചിപ്പിക്കുകയാണ്. അടുത്തത് പുതിയ പ്രമാണമാണ്, സ്നേഹത്തിന്റെ കൽപ്പന. യോഹന്നാൻ 15:12. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം എന്നുള്ള ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ പുതിയ പ്രമാണത്തിൽ എല്ലാവരെയും സ്നേഹിക്കാൻ, എല്ലാറ്റിനെയും ഒരുപോലെ കാണാൻ, എല്ലാവരെയും തുല്യരായി പരിഗണിക്കാൻ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള വീഴ്ചകളെ നമ്മൾ കണ്ടെത്തണമെന്നുള്ള പുതിയ പ്രമാണത്തിന്റെ സ്നേഹത്തിന്റെ കൽപ്പനയിൽ. അടുത്ത ദൗത്യം, നമ്മുടെ ദൗത്യം സുവിശേഷ പ്രഘോഷണമാണ്. ആ സുവിശേഷ പ്രഘോഷണം നമ്മുടെ അനുദിന ജീവിതത്തിന്റെ ഭാഗമായി ആ സുവിശേഷം പങ്കുവെക്കുന്നതിൽ നമ്മൾ എത്രമാത്രം ശ്രദ്ധാലുക്കളാണ്? അതിൽ വന്നു ഒരു ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ നമ്മൾ വളരുന്നുണ്ടോ? നമ്മുടെ ദൗത്യത്തിൽ നമ്മൾ എപ്രകാരം നിർവഹിക്കുന്നു? നമ്മളെ സഭ മാമോദീസായോട് ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്വം, വലിയ കടമ നമ്മുടെ അനുദിന ജീവിതത്തിന്റെ ഭാഗമായി നമ്മൾ എങ്ങനെയാണ് കരുതുന്നത്, നിർവഹിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു വലിയ ചോദ്യമാണ്. അതിൽ വന്നു പോയിട്ടുള്ള വീഴ്ചകളാണ് അവിടെ സൂചിപ്പിക്കുന്നത്. 1 യോഹന്നാൻ 1:9 നമുക്കൊന്ന് വായിക്കാം. ആരെങ്കിലും വായിക്കുന്നു? എന്നാൽ നാം പാപങ്ങൾ ഏറ്റു പറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. നമ്മൾ പാപങ്ങൾ ഏറ്റു പറയുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ക്രിസ്തു നേടിത്തന്ന രക്ഷയ്ക്ക് വിരുദ്ധമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാം ഏറ്റുപറയുമ്പോൾ ഉണ്ടാവേണ്ട ഒരു ചിന്ത നമ്മുടെ സഭ ഓർമ്മപ്പെടുത്തുന്നതാണ്. ആ പാപത്തിന്റെ ലിസ്റ്റ് എടുക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഞാൻ ഉദാഹരണം ഇട്ടിട്ടുള്ള അഹങ്കാരം. ആരോടൊക്കെയാണ് അഹങ്കരിച്ചത്? പിതാവിനോട്, മാതാവിനോട്, സഹോദരനോട്, ജീവിത പങ്കാളിയോട്, മക്കളോട്, വൈദികരോട്, അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് വരും. എന്തുകൊണ്ടാണ് അഹങ്കാരം പ്രകടിപ്പിച്ചത്? എത്ര തവണ? അല്ലെങ്കിൽ ചീത്ത പറഞ്ഞു, കുറച്ചും കൂടെ എളുപ്പമാകാൻ വഴിയുള്ള ചീത്ത പറഞ്ഞു,
പുറമേയും ഉള്ളിലും. ആരോടൊക്കെയാണ്, എന്തുകൊണ്ടാണ്, എത്ര തവണ, അങ്ങനെ എല്ലാ പാപത്തിനും ഈ 3 തരത്തിലുള്ള മേഖലകളുണ്ട്. ആരോട്, എന്തുകൊണ്ട്, എത്ര തവണ എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ നല്ലൊരു കുമ്പസാരം നടത്തി നമ്മുടെ പാവങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിന് മുമ്പിൽ നമ്മുടെ ജീവിതത്തെ മുഴുവൻ കൊടുക്കുന്നതിൻ്റെ ആഴവും വ്യാപ്തിയും അനുസരിച്ചാണ്, ഈ വിശ്വാസ പ്രത്യുത്തരത്തിൻ്റെ തോതനുസരിച്ചാണ് ക്രിസ്തുവിൻ്റെ രക്ഷ നമുക്ക് അനുഭവിക്കാൻ കഴിയുക. നമ്മുടെ സമയം 8:22 8:30 ആകുമ്പോഴേക്കും തീർക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാധിക്കുമെങ്കിൽ എല്ലാവരും ഒന്ന് വെറുതെ വീഡിയോ ഓണാക്കുമോ? നിങ്ങളുടെ സുന്ദരമായ മുഖം കണ്ടിട്ട് അല്ലേ? അപ്പൊ ഒന്ന് ഈ ഒരു നല്ല പ്രത്യുത്തരം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ വിശ്വാസത്തിന്റെ പ്രത്യുത്തരത്തിന്റെ ആഴമനുസരിച്ചാണ് രക്ഷ അനുഭവിക്കാൻ പറ്റുക. അത് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തി ഏറ്റുപറയുന്നത്? ഓരോ കുമ്പസാരത്തിന് പോകുമ്പോഴും ആലോചിച്ച് നോക്കിയേ, നാളെ കുമ്പസാരിക്കാന്ന് തോന്നിയിട്ടില്ലേ? നാളെ അങ്ങനെ തോന്നാത്ത ആരെങ്കിലും ഉണ്ടാ? നാളെ കുമ്പസാരിക്കാൻ ഒരുങ്ങി അവിടെ ചെന്നപ്പോഴും വേണം നാളെ എന്ന്. മാർപ്പാപ്പ പറയുന്ന ഇതാണ്, കുമ്പസാരിക്കാൻ മടുപ്പ് തോന്നുക വളരെ സ്വാഭാവികമാണ്. എനിക്കും തോന്നാറുണ്ട്. മാർപ്പാപ്പ പറയുന്നത് എനിക്കും തോന്നാറുണ്ട്, നാളെ ആവട്ടെ, പിന്നെ ആവട്ടെ എന്ന്. പക്ഷേ അതിനെ അതിജീവിക്കുക വളരെ പ്രധാനപ്പെട്ടതാണ്. മാർപ്പാപ്പമാർ എല്ലാ ആഴ്ചയിലും കുമ്പസാരിക്കും, ഏറ്റവും വലിയ പാവി ആയതുകൊണ്ട്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വെള്ളിയാഴ്ച 2:30 മുതലായിരുന്നു മാർപ്പാപ്പയുടെ സമയം. ഫ്രാൻസിസ് മാർപ്പാപ്പ എല്ലാ ആഴ്ചയും കുമ്പസാരിക്കും. ധാരാളം ചിത്രങ്ങൾ നമുക്കുണ്ട്. നമ്മൾ നല്ല മനുഷ്യരായതുകൊണ്ട് 6 മാസത്തിൽ ഒന്നൊക്കെ മതി. കാരണം നമ്മൾ നല്ല വേണ്ടപ്പെട്ട മാർപ്പാപ്പമാർ എത്രയോ തെറ്റുകൾ ചെയ്തു. അതുകൊണ്ട് അവരെല്ലാ ആഴ്ചയും കുമ്പസാരിക്കും അല്ലെ. ഈ കുമ്പസാരം, ഓരോ കുമ്പസാരം കഴിയുമ്പോഴും നമ്മൾ എന്താ തീരുമാനിക്കുന്നത്, ചിന്തിക്കുന്നത്? കുറച്ചും കൂടെ നന്നായിട്ട് ജീവിക്കണം, പഴയ കാര്യമൊന്നും ചെയ്യരുത്, ഇനി ഞാൻ ചെയ്യൂല, അങ്ങനെയല്ലേ തീരുമാനിക്കുന്നേ? പിന്നെ നമ്മളത് ഇനി അങ്ങനെ പക്ഷെ അത് പിന്നിലും വീണ് പോകും. അത് വീണ് പോകും. അപ്പോഴാണ് അറിയുന്നത് ഞാൻ ബലഹീനനാണ്, എന്നിട്ട് വീണ്ടും അത് ഏറ്റു പറയുകയാണ്. ഒന്ന് ചോദിച്ചു അപ്പം അച്ഛൻ്റെ വണ്ടി എൻ്റെ വീട്ടിൽ കിടക്കുന്നു, എൻ്റെ വണ്ടി അച്ഛൻ്റെ അടുത്താണ്. അപ്പം വണ്ടിയുടെ കാര്യം ചോദിച്ചാൽ, അപ്പം ഈ ഒരു ഞാൻ തുടക്കത്തിൽ ഈ ഒരു നവീകരണ അനുഭവത്തിൽ വന്നപ്പം 7 കിലോമീറ്റർ ദൂരം ഞാൻ നടന്നു പോയാണ് എൻ്റെ ഇടവപ്പള്ളി പോയത്. ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ ആവേശത്തോടെ ഒരു തീരുമാനം എടുത്തു, 50 ദിവസം പള്ളിയിൽ പോയേക്കാം. ഇന്നാണേ എടുക്കുമെന്ന് അറിയാൻ പാടില്ല. അന്ന് 50 ദിവസം നടന്ന് പള്ളിയിൽ പോയി. അപ്പം എല്ലാ ആഴ്ചയും ഞാൻ കുമ്പസാരിക്കുമായിരുന്നു. കുമ്പസാരിക്കുന്ന വികാരിയച്ഛനെ പോയി വിളിച്ചെഴുന്നേപ്പിച്ച് അച്ഛൻ്റെ കട്ടിലേലിരുന്ന് കുമ്പസാരിക്കും. ഇന്നൊരു മടി അച്ഛനോട് എന്ന് പറയാൻ, വികാരിയച്ഛൻ എന്നാ വിചാരിക്കുക എന്നാ തോന്നും. പക്ഷെ ആ ഒരു കുമ്പസാരമാണ് എൻ്റെ ജീവിതത്തെ ആഴത്തിൽ രൂപപ്പെടുത്താൻ സഹായിച്ചത്. എല്ലാ ആഴ്ചയും പോയി അച്ഛനെ വിളിച്ച് 4-5 മണിയാകുമ്പോൾ എഴുന്നേപ്പിച്ച് അച്ഛൻ്റെ കട്ടിലേറ്റിരുന്ന് കുമ്പസാരമൊക്കെ കഴിഞ്ഞ്, അപ്പം ആ ഒരു കുമ്പസാര അനുഭവം നമ്മുടെ ജീവിതത്തെ കുറെ കൂടി ദൈവരാജ്യം ലക്ഷ്യമാക്കാൻ, ദൈവരാജ്യത്തിലേക്കാണ് ലക്ഷ്യം. ഓരോ കുമ്പസാരം കഴിയുമ്പോൾ നമ്മളെന്താ, ഇങ്ങനെ പോരാ, നന്നായി ജീവിച്ചാലേ സ്വർഗത്തിൽ പോകാൻ കഴിയൂ, സ്വർഗത്തിലെത്തൂ, എൻ്റെ ഉള്ളിൽ ദൈവരാജ്യം വളരണമെന്നുള്ള ചിന്തയുമാണ്. ഓരോ കുമ്പസാരം കഴിയുമ്പോഴും നമ്മൾ ബാക്കിയുള്ളവരെ കുറെ കൂടി സ്നേഹിക്കാൻ, എൻ്റെ കൂടെയുള്ളവരെ കുറെ കൂടി സ്നേഹിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? പരിശ്രമിക്കും. ശരിയല്ലേ? നമ്മളെ പാവാവസ്ഥയിൽ നിന്ന് കുറെ കൂടി യേശുക്രിസ്തുവിനോട് ബന്ധപ്പെട്ട് ജീവിക്കുക. അതുകൊണ്ടാണ് ഈ വിശ്വാസ പ്രത്യുത്തരത്തിൻ്റെ ആഴവും വ്യാപ്തിയും നമ്മൾ വ്യക്തിപരമായി ചെയ്യുന്നതിൻ്റെ ആഴമനുസരിച്ച് മാത്രമേ ക്രിസ്തുവിൻ്റെ രക്ഷ ആഴത്തിൽ അനുഭവിക്കാൻ പറ്റൂ. എല്ലാ ദിവസവും സംസാരിച്ച വിശുദ്ധരുണ്ട്, നമ്മൾ എല്ലാ ദിവസവും പോയി സംസാരിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ നമ്മളൊരു വീഴ്ച വന്നു, തെറ്റുപറ്റിയെന്ന് നമുക്ക് തോന്നുന്ന സന്ദർഭം എപ്പോഴോ അപ്പോൾ ഓടിപ്പോയി കുമ്പസാരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? പറ്റണം, പരിശ്രമിക്കണം. അതിനാണ് ഈ ഒരു ചെക്ക് ലിസ്റ്റ്. ഇന്ന് നമുക്ക് ഈ ഒരാഴ്ച കൊണ്ട് എപ്പോഴെങ്കിലും ഒന്ന് കുമ്പസാരിച്ചാൽ മാത്രമല്ല, ജീവിതത്തിൽ ഉടനീളം ഈ ഒരു ലിസ്റ്റ് വെച്ചുകൊണ്ട് ആരോട്, എന്തുകൊണ്ട്, എത്ര തവണ എന്ന് കണ്ടെത്തി അത് ആഴത്തിൽ വ്യാപ്തിയിൽ നമ്മോട് തന്നെ നമ്മൾ മസിൽ പിടിച്ച് ബലം പ്രയോഗിച്ച് കണ്ടെത്തി ഏറ്റുപറയുന്നതിൻ്റെ, ചിലപ്പോൾ അവിടെ ചെല്ലുമ്പം സർക്കൂട്ട് എന്ന് പറയുന്ന ATM എന്നാണെന്നൊക്കെ അറിയാലോ. ATM കൗണ്ടറാണ്. ATM കൗണ്ടറിൽ നമ്മുടെ കാർഡിട്ട് നമ്മുടെ പിൻകോഡും അടിച്ചാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? പൈസ കിട്ടുള്ളൂ, കാശ് കിട്ടുള്ളൂ. ഈ ബാങ്കിൽ നമ്മൾ എത്ര എടുത്താലും തീരാത്ത എമൗണ്ട് ഉണ്ട്.
പക്ഷേ ഈ ATM കാർഡ് വേറെ ആരുടെയും കൊടുത്തു വിടാൻ പറ്റൂല. നമ്മൾ തന്നെ കൊണ്ടുപോയി പിന്നടിച്ച് നമ്മൾ തന്നെ ആ ഡീറ്റെയിൽ മുഴുവൻ പറഞ്ഞാലേ നമുക്ക് കിട്ടുള്ളൂ. അതൊരു ഡെപ്പോസിറ്റ് ആണ്. ഇനി ബാങ്ക് ATM മെഷീൻ പറയാണ് എൻ്റെ സമയം കഴിഞ്ഞു, ഇനി ഞാൻ തരികയെന്ന് പറയുമോ? ഇല്ല. never. ബാങ്കിലുള്ള ഏതെങ്കിലും മാനേജർമാരോ അല്ലെങ്കിൽ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്നവരോ എൻ്റെ വീട്ടിൽ കാശില്ല അതുകൊണ്ട് തരാൻ പറ്റൂലെന്ന് പറയും? No. എൻ്റെ വീട്ടിൽ കാശില്ല അതുകൊണ്ട് എനിക്ക് കാശ് തരാൻ പറ്റില്ലെന്ന് പറയും? No. ഇല്ല. ഈ സഭയാവുന്ന വലിയ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന സമ്പത്ത് നമുക്ക് ആർക്കും അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയില്ല. അത് എന്തേലും എടുക്കണം, മാക്സിമം എടുക്കുക. എത്ര വേണോ അത്ര എടുക്കണം. വേറെ ആൾ എടുത്തോണ്ട് പോകുന്ന കണ്ടിട്ട് കൊഞ്ഞനം കുത്തണ്ട. നമുക്ക് എത്ര വേണോ അത്രയും എടുക്കണം. അതുകൊണ്ടാണ് കുമ്പസാരം ഒരിക്കൽ പോലും കുമ്പസാര രഹസ്യം ഇന്നേ വരെ ഒരു വൈദികരും വെളിപ്പെടുത്തിയിട്ടില്ല. വെളിപ്പെടുത്താം. ഞാൻ ധാരാളം അച്ഛന്മാരോട് ചോദിച്ചിട്ടുണ്ട്, അച്ഛാ നല്ല കാര്യമല്ലല്ലോ കേൾക്കുന്നതാണോ? അവർക്ക് സ്ട്രെസ്ഫുൾ. അല്ല, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ പറയുന്നത് തന്നെ. എൻ്റെ ഭാര്യയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയുമ്പോൾ ഞാൻ പറയും ഇങ്ങനെ ചൊറിയുന്ന വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാതെ കേട്ടിട്ട് ഭ്രാന്ത് വരും അല്ലേ? അച്ഛന്മാര് ഈ പറയുന്ന എന്തുകൊണ്ടാണ് അച്ഛന് മാനസിക രോഗ പ്രയാസം ഉണ്ടാകാത്തത്? അവര് മറന്നു പോകുന്നാണ് പറയുന്നത്. തന്നെ മറന്നു പോകും. അത് അപ്പൊ തന്നെ അത് മറന്നു പോകും. ഞാൻ ഞങ്ങളുടെ ഒരു ചോദിച്ചിട്ടുണ്ട്. അച്ഛനോട് ചോദിച്ചതാണ്. അത് പിന്നെ ഓർത്തിരിക്കില്ല, അപ്പം തന്നെ മറന്നു പോകും. ആരാ പറഞ്ഞതെന്നൊന്നും ഓർക്കില്ല. അത് അവർക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യേക കൃപാവരമാണ്. അതുകൊണ്ട് അവർ ഒരിക്കലും അത് ഓർത്തിരിക്കില്ല, അത് ചിന്തിക്കില്ല, അതപ്പം തന്നെ മറന്നു പോകും. ഇനി അവർ ഓർത്തിരുന്നാൽ അവർ മാനസിക രോഗിയായി പോകും. ഒരാളെയും സ്നേഹിക്കാൻ കഴിയില്ല, ഒരാളെയും ബഹുമാനിക്കാൻ കഴിയില്ല. കാരണം എന്നാ, ഞാൻ പറഞ്ഞത് കൂടി ആലോചിച്ച് എന്നെ കാണുമ്പോൾ അങ്ങനെ വിചാരിച്ച പിന്നെ എന്നെ സ്നേഹിക്കാൻ പറ്റുമോ? എന്നെ കരുതാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. അപ്പം അത് ദൈവം കൊടുത്തിരിക്കുന്ന വലിയ കൃപാവരമാണ്. ആ കൃപാവരത്തിൻ്റെ സമ്പത്തിൽ നിന്ന് നമ്മൾ നിരന്തരമായി മേടിക്കുക, സ്വന്തമാക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ ഒരാഴ്ച മാത്രമല്ല എങ്കിലും ഈ ഒരാഴ്ചയും നമുക്ക് സാധ്യമാകുമെങ്കിൽ ഈ നോയമ്പ് കാലഘട്ടം നല്ലൊരു കുമ്പസാരം നടത്താൻ, പാവങ്ങൾ ഏറ്റുപറയാൻ, അങ്ങനെ വിശ്വാസത്തിൻ്റെ പ്രത്യുത്തരം, അടുത്ത വിശ്വാസം തന്നെ മാനസാന്തരം എന്നുള്ളത് രണ്ടാമത്തെ ഒരു പ്രത്യുത്തരത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പം ഈ രക്ഷ സ്വന്തമാക്കാൻ വേറെ ഒരു മാർഗവും ഇല്ല. എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാന അർപ്പിച്ചു, അത് രക്ഷയുടെ ആഴമാണ്. പക്ഷേ അത് കിട്ടണമെങ്കിൽ നമ്മുടെ പാപത്തെക്കുറിച്ച് കണ്ടെത്തി നമ്മൾ ബോധപൂർവ്വം പറഞ്ഞ് ഈ പാപം എന്നില്ലാണ്ടാവും മരിക്കുമ്പോൾ. അതുവരെ ഇത് നിരന്തരമായി നമ്മെ പിന്തുടരുന്ന യാഥാർത്ഥ്യമാണ്. നമ്മുടെ ചിന്തയിലും വികാരത്തിലും വിചാരങ്ങളിലും പ്രവർത്തികളിലും എല്ലാം ഇതുണ്ട്. അത് ഏറ്റുപറഞ്ഞ് അത് തെറ്റിപ്പോയി എന്ന് പറയുന്നതിൻ്റെ അവിടെയാണ് നമ്മൾ കർത്താവ് എന്നെ സഹായിക്കണേ, എനിക്ക് പറ്റത്തില്ല, ഞാൻ വീണുപോയി എന്ന് പറയണത്. അവിടെയാണ് ദൈവത്തിൻ്റെ കൃപ നമുക്ക് ആവശ്യമുള്ളൂ അല്ലേ? എനിക്ക് ഒരാളോട് സംസാരിക്കാൻ ഭാഷയില്ല എത്തപ്പോഴാണ് വേറെ ഭാഷ അറിയുന്നവനെ പിടിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ദൈവമേ ഞാൻ പാപിയാണെന്നുള്ളത്. അത് എത്രമാത്രം നമുക്ക് ചെയ്യാൻ കഴിയുമോ അത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ ഈ രക്ഷ നിരന്തരം ആഴത്തിൽ അനുഭവിച്ച് ജീവിക്കാനായിട്ട് പറ്റും. സമയം 8:30 മേരി മന്നാട്ട് എന്തോ കൈ ഈ ബാക്കി ഉയർത്തിയിട്ടുണ്ട്. കാര്യം എന്തെങ്കിലും പറയാനാണോ? ബാക്കി കാര്യം നിങ്ങൾ ചെയ്തോളുവോ? ഞാൻ മമ്മിയെ കൊണ്ട് ഇരിക്കുന്ന ആശുപത്രി പോകണം ENT കാണാൻ. മുമ്പ് ഷുഗർ നോക്കണം, ഇതുകൊണ്ട് ഇവിടെ ഭക്ഷണം കഴിച്ചിട്ടില്ല. താങ്ക് യു സോ മച്ച്. കുഴപ്പമില്ലല്ലോ. വളരെ ഭംഗിയായിട്ട് ആദ്യം മുതലുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് ഞങ്ങളെ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന് വളരെ നന്ദി. എനിക്ക് സന്തോഷം ഇതാണ്, ഇങ്ങനെ പറഞ്ഞും ചോദിച്ചും ഒക്കെ. എനിക്ക് എല്ലാവരുടെയും വീഡിയോ കണ്ട് ചോദിച്ചു പറഞ്ഞു പോകുന്നതാണ് എനിക്ക് ഭയങ്കര സന്തോഷകരമായ. അല്ലെങ്കിൽ നമ്മൾ വൺ വേ ആയിട്ട് ഇങ്ങനെ പോകുന്നുള്ളൂ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം പ്രാർത്ഥനയിൽ ഓർക്കാം, പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പൊ ഞാൻ ഹോസ്റ്റ് ഷാജിക്കുട്ടി ചേച്ചിയാക്കാം, ഇല്ലെങ്കിൽ ഞാൻ എൻഡ് ചെയ്താൽ മൊത്തം എൻ്റെ ആവും. ബേബി ബേബി കുഞ്ഞുമാവേ ഇവരടങ്ങിയിരിക്കുന്നുണ്ടല്ലോ. ഇതാ ഒരു ചേട്ടൻ വാവാ. പേരെന്താ? അൽഫോൻസ് ജെറമി. ഓക്കെ, അപ്പൊ ബൈ ബൈ.
Bye bye, Cheta. Thank you. ഓക്കെ. ഷിബു പോയെന്ന് തോന്നുന്നു. ഇനി അനൗൺസ്മെന്റ് ആണ്. ഇവിടെ സൂം യൂസർ ആരാ? സൂം യൂസർ എന്ന് പറഞ്ഞുള്ള ആരാ അത്? ഒന്ന് പേര് പറയാവോ? അൺമ്യൂട്ട് ചെയ്തിട്ട് പേര് പറയാവോ ആരാന്ന്? സൂം യൂസർ എന്ന് മാത്രമേ ഉള്ളൂ, പേരില്ല. അല്ലെ പേര് എഴുതിയാലും മതി, റീനെയിം ചെയ്താലും മതി. ഓക്കെ. ഇനി അനൗൺസ്മെന്റ് ഉള്ളത് ആൽവിൻ ഉണ്ടോ? ആൽവിന് ഇതാന്ന് പറഞ്ഞായിരുന്നു, എന്തുവാ, റിട്രീറ്റാന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അനൗൺസ്മെന്റ് ഇപ്പം ഓരോ ക്ലാസ്സിലേക്ക് നമ്മളിപ്പോൾ ഈ ബാച്ച് ഇപ്പോൾ തീർന്നിട്ട് അടുത്ത ബാച്ച് ഉടനെ തുടങ്ങുമല്ലേ. അപ്പോഴത്തേക്ക് അടുത്ത ബാച്ചിലേക്ക് ഇനിയിപ്പോൾ 2 ക്ലാസ്സും കൂടെ ഉണ്ടല്ലോ. എത്ര ക്ലാസ് ഉണ്ട്? 3 ക്ലാസ്സും കൂടെ അല്ലേ? ഇനി 3 ക്ലാസ്സും കൂടെ ഉള്ളൂ. അതിലേക്ക് പറ്റുന്നത്ര ആൾക്കാരെ കൊണ്ടുവരണം. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. നമ്മൾ മാത്രം ഇത് മനസ്സിലാക്കിയ പോരല്ലോ, ബാക്കിയുള്ളവരും അതുപോലെ മാക്സിമം ആൾക്കാരെ കൊണ്ടുവരണം അടുത്ത ക്ലാസ്സിലേക്ക്. പിന്നെ വചനവിചിന്തനമാണ്, നമ്മൾ അതിലൂടെ മാത്രമേ നമ്മൾ വളരുള്ളൂ. നമ്മുടെ അത്യന്ത്യ ലക്ഷണം വചനപ്രഘോഷണമാണല്ലോ. അപ്പം അത് വചനം നമ്മൾ ഓരോ ദിവസവും ഇടുന്ന ആ വചനം നമ്മൾ അതിനെക്കുറിച്ച് ഒരു 2-3 മിനിറ്റ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ ചിന്തകൾ നമ്മൾ അതിൽ പങ്കുവെച്ചെന്നാൽ അതിലൂടെ മറ്റുള്ളവർക്കും വളരാൻ പറ്റും, അവനവനും വളരാൻ പറ്റും. ഇങ്ങനെ മാത്രമേ നമുക്ക് വളരാൻ പറ്റുള്ളൂ. അതുപോലെ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് ഈ വചനം പറഞ്ഞ് അതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് അങ്ങനെ കുടുംബ പ്രാർത്ഥനയിൽ ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ അതും ഒരു നല്ല ഇതാണ്, വളരാനുള്ള ഒരു മാർഗമാണ്. അങ്ങനെയാണ് നമ്മൾ വളരേണ്ടത്. അതുപോലെ എല്ലാ ദിവസവും ഗ്രൂപ്പിൽ വചനം ഇടുമ്പോൾ അതൊന്ന് വചനവിചിന്തന ഇടുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും വളരാൻ പറ്റും. ഇടുന്നവർക്കും വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാം വളരാൻ പറ്റും. പിന്നെ ഉള്ളത് ഹോളി ഹോമിൻ്റെ അവർ നോർത്തിൽ ഇതിന് പോവാണ്, മിഷന് വേണ്ടി പോവാണ്. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെ വേറെ വല്ലതും പറയാനുണ്ടോ? പറയാനുള്ളതെന്ന് തോന്നുന്നു. എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വരണം. സോ ഇനി എല്ലാവർക്കും നന്ദി. നമുക്ക് പ്രാർത്ഥിച്ച് പിരിഞ്ഞാലോ? വേറെ വല്ലതും പറയാനുണ്ടോ? ജസിൻ ചേച്ചി ഉണ്ടോ? ജസിൻ ചേച്ചിക്ക് സുഖമില്ലെന്ന് പറഞ്ഞായിരുന്നു. ഉണ്ടായിരുന്നു. ആ, നിത്യ എന്നാ ഒരു പാട്ട് പാടി, നമുക്ക് മാതാവിന്റെ ഒരു പാട്ട് പാടി അങ്ങ് നിർത്തിയാലോ? ആയിക്കോട്ടെ, പാടി. നന്മ നീരുമമ്മ വിണ്ണിൻ രാജകന്യാ ധന്യ സർവവന്യാ മേരി ലോകമാതാ. നന്മ നീരുമമ്മ വിണ്ണിൻ രാജകന്യാ ധന്യ സർവവന്യാ മേരി ലോകമാതാ. കണ്ണിലുണ്ണിയാകം ഉണ്ണീശു തന്റെ അമ്മയായ മേരി ലോകമാതാ. മാതാവേ മാതാവേ മണ്ണിൽ ദീപം നീയല്ലോ നിത്യ സ്നേഹധാര. കുമ്പിൽ നീട്ടം കയ്യിൽ സ്നേഹം തൂകും മാതാ. കാരുണ്യാധിനാഥ മേരി ലോകമാതാ.
താങ്ക് യു നിത്യ. ഇനി എല്ലാവർക്കും Thank ഒത്തിരി you. താങ്ക്സ്. നിത്യ, താങ്ക് യു നിത്യ. അതുപോലെ എല്ലാവർക്കും പ്രത്യേകം താങ്ക്സ് പറയുന്നു. നമുക്ക് നന്മ നിറഞ്ഞ മറിയോ ചൊല്ലി നമുക്ക് ഷാജിക്കുട്ടി എന്തോ ഷാജിക്കുട്ടി അനൗൺസ്മെന്റില് നമ്മൾ ഒരു കാര്യം വിട്ടുപോയത്, നമ്മൾ ഈ പ്രയർ പാർട്ട്നേഴ്സിനെ വിളിക്കണം. അതാണ്. അതിന് ഇപ്പം ആരോ പുതിയതായിട്ടുള്ള പ്രയർ പാർട്ട്ണർ എങ്ങനെ? എനിക്ക് ഇല്ലല്ലോ പ്രയർ പാർട്ട്ണർ. പ്രയർ പാർട്ട്ണർ ഇട്ടിട്ടില്ല ഇതുവരെ. അപ്പൊ കുറച്ച് പേരല്ലേ ജോയിൻ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഉള്ളവരുടെ പേരങ്ങോട്ട് വിളിക്കാം. അങ്ങനെയാണോ ചേച്ചി? അതെ, നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ. അതനുസരിച്ച് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പരിചയപ്പെട്ട് നമ്മളെ കുടുംബാംഗങ്ങളല്ലേ. ഇപ്പം നമുക്ക് പരസ്പരം സമയം കിട്ടുന്നത് പോലെ വിളിക്കാം. അതോ ചേച്ചി ലിസ്റ്റ് ഇടാൻ പറ്റുമോ? അതെയോ നമുക്ക് പരസ്പരം വിളിക്കാമെന്നോ? എന്താ ചെയ്യേണ്ടത് ചേച്ചി? ലിസ്റ്റ് ഇടാൻ വേണമെങ്കിൽ പുതിയ ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ലിസ്റ്റ് ഇടാം. ലിസ്റ്റ് ഇട്ടിട്ട് അതനുസരിച്ച് വിളിക്കാം. ഈ സൂം യൂസർ ആരെന്ന് അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. അൺമ്യൂട്ട് ചെയ്തിട്ട് അറിയില്ല. ചോദിച്ചായിരുന്നു ഞാൻ. വേറെ ഒന്നുമില്ലല്ലോ ചേച്ചി? സമയം ആയി, നമുക്ക് നിർത്തിവെച്ചാലോ? ഓക്കെ. ആയി. ഓക്കെ. കർത്താവായ ഈശോയെ, ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി ഈ സൂം മീറ്റിങ്ങിലൂടെ രാജ്യത്തിന്റെ പല രാജ്യത്തിരുന്നു കൊണ്ട് ഒരുമിച്ച് ചേർത്ത് ഞങ്ങളെ കൂട്ടിച്ചേർത്ത് അങ്ങേ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവെ, ഈശോയെ, ധാരാളം മക്കളെ ഈ സ്നേഹവിരുന്നിലേക്ക് അങ്ങ് തന്നെ കൂട്ടിക്കൊണ്ടു വരണമേ. അങ്ങ് ആകർഷിക്കാതെ ആർക്കും ഇതിലേക്ക് കടന്നു വരാൻ സാധിക്കില്ലല്ലോ കർത്താവെ. ഈശോയെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എല്ലാ പാർട്ടിസിപ്പൻസിനെയും സമർപ്പിക്കുന്നു. ഈശോയെ, അടുത്ത ക്ലാസ് പരിശുദ്ധാത്മാവിൻ്റെ ക്ലാസ്സാണ് കർത്താവെ. എല്ലാവർക്കും വരുവാനുള്ള കൃപ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ശുഭ എന്ന പ്രോഗ്രാം അടുത്ത ബാച്ചിൽ ധാരാളം മക്കൾ കടന്നു വന്ന് വിശുദ്ധിയിലേക്ക് ജീവിക്കുവാനും കുടുംബത്തെ നയിക്കുവാനുമുള്ള കൃപ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അമ്മയുടെ കരങ്ങളിലേക്ക് ബാച്ചിനെ പൂർണ്ണമായതിലുള്ള ഓരോ വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഇവിടെ പ്രസന്റ് ആയിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അമ്മയുടെ മുല ഹൃദയത്തിലേക്ക് എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇപ്പോഴും നീക്കുവാമേ. ശംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. അന്ന് ഞാൻ ഗുഡ് നൈറ്റ്. ഞാൻ എൻഡ് ചെയ്തോട്ടെ? എൻഡ് ചെയ്തോട്ടെ? താങ്ക് യു. See you next week. എല്ലാരും എൻ്റെ മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മമ്മിയുടെ ആദ്യത്തെ ആണ്ടാണ്. 19-ാം തീയതി ഞാൻ നാട്ടിൽ പോവാണ്. എല്ലാരും പ്രാർത്ഥിക്കണം കേട്ടോ. മാർച്ച് 19.